എല്ലാവർക്കും നമസ്കാരം. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെ ഐശ്വര്യത്തിന്റെയും ദിവസങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയും ശുഭചിന്തകളോടും കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എന്നും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. പറയാനുള്ളത് ഞാൻ എന്നും പറയാറുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ്. ഞാൻ ഇന്ന് ഒരാൾ എന്നോട് ഒരു നാട്ടിൽ നിന്നും ഒരു ഫേമസ് ആയ ഒരു കോച്ച് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഞാൻ സാറിന്റെ വീഡിയോ കാണാൻ തുടങ്ങിയിരുന്നു, കുറച്ച് ദിവസങ്ങളായി വാച്ച് ചെയ്യുന്നു. സാർ ഇങ്ങനെ 1-1.5 മണിക്കൂർ നേരമൊക്കെ സൂമിൽ ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ ചെയ്ത് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള മറ്റുള്ളവരുടെയൊക്കെ അവസ്ഥ എന്താവും, ഞങ്ങൾ എന്താണ് പിന്നെ കൊടുക്കുക എന്ന് തമാശ രൂപേണ പറഞ്ഞതാണ്. പക്ഷെ തമാശയല്ല, അതൊരു സീരിയസ് ആയിട്ടും പറഞ്ഞതാണ്. എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ സാറ് പെയ്ഡ് ക്ലാസ്സുകളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നാണ് ചോദിച്ചതിന്റെ അർത്ഥം അതായിരുന്നു. സാറ് പെയ്ഡ് ക്ലാസ്സുകളൊന്നും ചെയ്യുന്നില്ലല്ലോ, എല്ലാം ലൈവ് ക്ലാസ്സുകളല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെന്താ അങ്ങനെ? അല്ല, എല്ലാ കാര്യവും അവിടെ തന്നെ പറഞ്ഞു കൊടുക്കുന്നു, പിന്നെ പെയ്ഡ് ക്ലാസ്സിൽ എന്താണ് കൊടുക്കുക? അപ്പൊ പെയ്ഡ് ക്ലാസ്സിൽ എന്ത് കൊടുക്കുന്നു എന്ന് അറിയാൻ ആർക്കാണ് പറ്റുക? ആ ക്ലാസ്സിൽ വരുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ അവിടെ എന്താണ് കൊടുക്കുന്നത്, അല്ലെ? കണ്ടത് മനോഹരമാണെങ്കിൽ കാണാൻ പോകുന്നത് എന്തായിരിക്കും? ബാക്കി നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ. അപ്പോ എങ്ങനെയാണ് പെയ്ഡ് ക്ലാസ് സംഭവിക്കുന്നതൊക്കെ അനുഭവിച്ചവർക്കറിയാം എന്തായിരിക്കും. ഇത് ഇവിടെ ഉള്ളതെല്ലാം ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നതെല്ലാം സാമ്പിൾ വെടിക്കെട്ടുകൾ മാത്രമാണ്. അവിടെ വന്നിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പറയും, ഇവിടെ തന്നെ റിസൾട്ട് ഇത്ര എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ റിസൾട്ട് എത്രത്തോളം ഉണ്ടാവും. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട്. ജേർണി ടു ഹാപ്പിനെസ് പോലുള്ള ക്ലാസ്സുകളിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. കാരണം അകത്തോട്ട് മാത്രമാണ് നോക്കുന്നത്. അതുകൊണ്ട് പുറത്തോട്ട് പറയാനും പുറത്തോട്ട് താക്കാനും ചെറിയ ചെറിയ റിസൾട്ടുകളൊന്നും വിഷയമേ അല്ലാത്ത അവസ്ഥയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് മനോഹരമായി ജീവിതം മാറ്റാൻ എല്ലാവർക്കും സാധിക്കുന്നു എന്നത് തന്നെയാണ്. രണ്ടാമതായി പറയാനുള്ളത്, വീണ്ടും ഞാൻ ഒരാഴ്ചയിലധികമായി വളരെ ഡീപ്പായിട്ടുള്ള റിസർച്ചിലും അതുപോലെ തന്നെ വായനയിലും പ്രഗത്ഭരായ ഒരുപാട് സയന്റിഫിക് റിസർച്ചുകളും സ്പിരിച്വൽ പാത്തിലും പോയ ആൾക്കാരുടെ പിറകെയാണ്. മറ്റൊന്നും കൊണ്ടല്ല, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ, നമ്മുടെ ജീവിതം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി അതായിത്തീരാൻ നമ്മുടെ സ്പിരിച്വൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ പറയുന്ന ഞാൻ സ്പിരിച്വാലിറ്റി എന്ന വാക്ക് ഞാൻ തിരുത്തുകയാണ്, അത് ഇതുമായിട്ട് യോജിക്കില്ല എന്നുള്ള പുതിയ തിരിച്ചറിവിലൂടെ ആത്മീയതയും മോഡേൺ സയൻസും അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജിയും ലോ ഓഫ് അട്രാക്ഷനും ന്യൂറോ സയൻസും ഒക്കെ എങ്ങനെയാണ് ഒരേ പാതയിൽ സഞ്ചരിക്കുന്നത് എന്നതിൻ്റെ തിരിച്ചറിവും ഇതെല്ലാം കൊണ്ട് എങ്ങനെയാണ് വളരെ ലളിതമായി നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്താൻ നമുക്ക് സഹായകരമാകുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു റിസർച്ചിലാണ്. അതായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്ന, ഞാൻ വളരെ ആമുഖം പറഞ്ഞിരുന്നു, ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്ന ഒരു കോഡ്, ഇതുമായിട്ട് ബേസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിലൂടെ കടന്നുപോയാൽ ആർക്കും പിന്നെ മാറ്റം ഉണ്ടാവേണ്ടി വരില്ല. അവർ വിചാരിച്ച് അവർക്കാവേണ്ടതൊക്കെ ആവാൻ സാധിക്കുന്ന രീതിയിലുള്ള എല്ലാം ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വിശാലമായ ഒരു കോഴ്സിനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ അത് വളരെ വിശദമായി തന്നെ ഫുൾ ടൈം ഇപ്പൊ അതിന്റെ പിറകെ തന്നെയാണ്. അത്രയും ഡീപ്പായിട്ട് റിസർച്ചുകളും ക്വാണ്ടം ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റുകളും ന്യൂറോ സയൻസ് എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിനെ പാകപ്പെടുത്തുന്നതെന്നും അത് മെഡിറ്റേഷൻ പോലുള്ള പ്രാചീന അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും തനതായ രീതിയിലൂടെ അല്ലെങ്കിൽ ആന്തരിക മൗനം എന്ന് പറയുന്ന സെൽഫ് റിയലൈസേഷനിലെ സാക്ഷാത്കാരത്തിലേക്ക് എങ്ങനെ നമുക്ക് എത്താം എന്നുമുള്ള സയന്റിഫിക് മെത്തേഡ്സ് വെച്ചുകൊണ്ട് നിങ്ങളെയൊക്കെ പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു നൂതനമായ പ്രക്രിയയാണ്. അത് ഒരു തരത്തിലും ആർക്കും ആർക്കും ഒരു തരത്തിലും എഫക്റ്റീവ് അല്ല, കൂടുതൽ ഫോഴ്സ് ചെയ്തെടുക്കേണ്ടാത്ത തരത്തിൽ ലളിതമാക്കിക്കൊണ്ട്, ലളിതം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്നു കൊണ്ട് എങ്ങനെ നമ്മുടെ ലൈഫിനെ നമുക്ക് പാകപ്പെടുത്തി എടുക്കാം എന്നതിന്റെ പ്രക്രിയ. വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ
ഉള്ളിലോട്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അകത്തോട്ട് നോക്കുന്ന പ്രക്രിയ. അതിലൂടെ എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലേക്കാണ് കിടക്കുന്നത്. ഞാൻ ഇന്ന് ഇങ്ങനെ എഴുതുമ്പോൾ ഓർത്തൊരു കാര്യമാണ്, ഭാഗ്യമുള്ള ആൾക്കാർക്ക് മാത്രമേ, അതിന് സമയമായുള്ള ആൾക്കാർക്ക് മാത്രമേ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾ പറയാറുണ്ടല്ലോ അല്ലെ, കർമ്മം ഫലം അനുഭവിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ അത് തീർത്ത് പുണ്യം നേടാൻ ആകുന്ന ജന്മങ്ങൾക്ക് മാത്രമേ ചിലപ്പോൾ ആ കോഴ്സിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു തോന്നല്. ഞാൻ ഇപ്പൊ പറഞ്ഞ കുറച്ചും കൂടി ആഴത്തിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്നത്. കാരണം അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. കാരണം അത്രയും ഡെപ്ത് ആയിട്ടാണ് അത് പോകുന്നത്. എല്ലാവർക്കും അത് സാധ്യമാവില്ല എന്ന് ഉറപ്പു പറയുന്നു. ഇനിയിപ്പോ ചേരുന്നവർ തന്നെ, നിങ്ങൾ ബലം പിടിച്ച് ചേർന്നാൽ തന്നെയും എത്ര പിടിച്ചു നിൽക്കാൻ പറ്റും, എത്ര നിങ്ങൾക്കത് ആയിത്തീരാൻ പറ്റുമെന്നും ശ്രദ്ധിക്കണം. അപ്പോൾ പ്രാർത്ഥിക്കുക, ഈ ജന്മത്തിലെങ്കിലും കർമ്മഫലങ്ങളെല്ലാം ദുരൂകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് കർമ്മഫലങ്ങളെയെല്ലാം ഈക്വലൈസ് ചെയ്തുകൊണ്ട് ഒരു പുനർജന്മത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ജീവിത പുനരാവിഷ്കാരത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ സാധ്യമാകട്ടെ. അത്തരം ഒരു കോഴ്സ് നിങ്ങൾക്ക് ചെയ്തു തരാൻ എനിക്ക് നല്ല സമയമെടുക്കും എന്ന് തന്നെ ഇന്നും 2-3 ആൾക്കാർ ചേർന്നവർ ചോദിച്ചു, എന്നാ തുടങ്ങുകയെന്ന്. അതുവർക്കുള്ള മറുപടിയാണ്, കുറച്ചും കൂടി സമയമെടുക്കും. കാരണം അത്രയും ഡെപ്തായി പോകേണ്ട ഒരു കാര്യമായതുകൊണ്ട് അതിനെ എഴുതി തയ്യാറാക്കുന്നത് മാത്രമല്ല, അതിനെ എത്ര ലളിതമാക്കി നിങ്ങളിലേക്ക്, സാധാരണക്കാരായ നിങ്ങളിലേക്ക്, ഞാൻ അതിൽ ഒരുപാട് ബ്രെയിൻ സ്ട്രോമിംഗ് ഉള്ള പരിപാടികൾ ഒന്നും ചെയ്യാതെ ഒരു കേവലമായ മർത്യനെ എങ്ങനെ അത് ഉൾക്കൊള്ളാൻ പറ്റും, അവൻ എങ്ങനെ അതിൽ നിന്നും അവൻ നിലവിൽ അനുഭവിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും. ഇന്ന് 2 പേരെന്നോട് സംസാരിച്ചവരുടെയും 2 പേരുടെയും ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അവർ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ കർമ്മത്തിന്റെ ഫലങ്ങളൊന്നുമല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അതിനപ്പുറത്ത് ഏതോ ഒരു സംഭവം അവരെ ചുറ്റുവട്ടത്തും ഉണ്ടാകുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് തിരിച്ചറിയുകയും അതിനും കൂടിയുള്ള ഒരു പരിഹാരം നമുക്ക് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. അത് നമ്മൾ പല രീതിയിൽ പറയാം, അന്ധവിശ്വാസമെന്നോ അനാവശ്യ കാര്യമെന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. പക്ഷെ അതിനൊക്കെ ഒരു കാരണമുണ്ടാവാം. ആ കാരണത്തിലേക്ക് നമ്മൾ ഇറങ്ങി നിന്നുകൊണ്ട് നമ്മളെ പാകപ്പെടുത്തിയെടുക്കണം. വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള ബോധത്തോടുകൂടെ ഞാൻ എന്നെ മാറ്റപ്പെടുത്തുമെന്ന് ഉറപ്പുള്ളവർക്ക് അങ്ങോട്ട് വരാം. അവർക്ക് വേണ്ടി മാത്രമാണ് ആ കോഴ്സ്. മാറ്റപ്പെടും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ എനിക്ക് മാറ്റം ഉണ്ടാവണമെന്ന് സ്വയം തീരുമാനിച്ചവർക്ക് ഒന്ന് ഇപ്പൊ കൺഫേം ചെയ്യാം, ഞാൻ സ്വയം മാറാൻ തയ്യാറാണ് എന്നുള്ള യെസ് എന്നുള്ള ഒറ്റ വാക്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് നിങ്ങൾ തന്നെ കൺഫർമേറ്റീവ് കൊടുത്തോളൂ. കോഴ്സ് ചേരുന്നില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മാറാൻ തയ്യാറാണോ എന്നത് മാത്രം ഒന്ന് ഉറപ്പിക്കുക. എന്നിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം, മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കാം. ഇത് ഞാൻ ആമുഖമായി ഇത്രയും പറഞ്ഞത് അത്രയും ഡെപ്തായി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഇതിലേക്ക് പോയുമ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ കോച്ച് പ്രോഗ്രാമിലെ കോച്ചുകളോട് പറഞ്ഞു, നമുക്ക് മാറണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ നമ്മളെ നമ്മൾ പുനരാവിഷ്കരിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ 1001 വഴികൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടും. നമ്മൾ ഒരു വഴിയെ മാത്രം ചിന്തിച്ചിരിക്കുമ്പോൾ അതല്ല, ഞാൻ റെഡിയാണ്, എന്തുമായിക്കോട്ടെ, എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ 1001 വഴികൾ എന്ന് പറയുന്നത് വളരെ കുറവാണെന്ന് പറയാം. എന്നാലും 1001 വഴികൾ പരക്കെ തുറന്നിട്ടോടും. അതാണ് ഈ പ്രപഞ്ച സത്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാറാൻ തയ്യാറാണ് എന്ന് മാത്രം കൺഫർമേഷൻ കൊടുത്താൽ മതി. പിന്നെ ലഭിക്കുന്നതെല്ലാം മാറ്റത്തിനുള്ള വഴികൾ മാത്രമായിരിക്കും. മാറ്റം എന്ന് പറയുന്നത് എന്താണ്? നിലവിലുള്ള സങ്കടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമുള്ള കരകയറ്റം. എങ്ങോട്ടുള്ളത്? സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും സംതൃപ്തിയിലേക്കും സമൃദ്ധിയിലേക്കുമുള്ള യാത്ര. ഇതാണ് നമുക്ക് ആവശ്യം. അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. മറ്റെല്ലാത്തിൽ നിന്നും വിടുതൽ നൽകിക്കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളിലും സമത്വം ലഭിക്കുന്ന, സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകുന്നതിന്റെ പേരാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്, വൺ വേർഡ്. അപ്പോൾ ഹാപ്പിനെസ് മാസ്റ്ററി ഇത് നിങ്ങൾക്ക് നൽകാൻ പ്രതിജ്ഞാബദ്ധമാണ്. ഞാൻ അതിനെ ചിലപ്പോ അടുത്ത പ്രാവശ്യം തന്നെ അതിനെ ഒന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന് കരുതിയിരിക്കുമ്പോഴും കൊടുക്കാൻ പോകുന്ന ടാഗ്ലൈൻ ഇതായിരിക്കും:
എല്ലാവരിലും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഐശ്വര്യവും ക്ഷേമവും സമൃദ്ധിയും ലഭിക്കുന്ന ഒരു അവസ്ഥ എപ്പോഴാണോ സംജാതമാകുന്നത് അപ്പോൾ മാത്രമേ ഹാപ്പിനെസ് മാസ്റ്ററി ഫുൾഫിൽ ആവുകയുള്ളൂ. അതിന് നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. ഒറ്റ ഒരാളെ കൊണ്ട് സാധിക്കുന്നതല്ല. ഞാൻ പൂർണ്ണ സന്തോഷവാനാകുന്നത് ഒറ്റ കാര്യമാകുമ്പോഴാണ്. നിങ്ങൾ എല്ലാവരും, എൻ്റെ കൂടെയുള്ളവരെല്ലാവരും അത് അനുഭവിക്കുമ്പോൾ മാത്രമേ ഞാൻ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. അല്ല, ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയല്ല, ഈ ഒരു ഉദ്യമം പൂർണ്ണതയിൽ എത്തുകയുള്ളൂ എന്ന ഒരു തിരിച്ചറിവും കൂടി ചേർത്ത് വെക്കുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് മറ്റൊരു വിഷയമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. വീണ്ടും പണത്തെപ്പറ്റി സംസാരിക്കുന്നു. പക്ഷെ പണം മാത്രമല്ല സംസാരിക്കുന്നത്. നിങ്ങൾ ഓരോ പ്രാവശ്യവും മനസ്സിലാക്കേണ്ടത്, ഞാൻ പണത്തെപ്പറ്റി മാത്രം പറയാനല്ല ഈ പണം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതിൽ സമൃദ്ധിയെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓരോ കാര്യം സമൃദ്ധി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന അവസ്ഥയ്ക്കാണ് സമൃദ്ധി എന്ന് പറയുന്നത്. എല്ലാം ഉള്ളത്, സന്തോഷമുണ്ടോ ഉണ്ട്, സമാധാനമുണ്ടോ ഉണ്ട്, പണമുണ്ടോ ഉണ്ട്, ഐശ്വര്യമുണ്ടോ ഉണ്ട്, ബന്ധങ്ങളുണ്ടോ ഉണ്ട്, ആരോഗ്യമുണ്ടോ ഉണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ മാത്രമുണ്ടാവുന്ന ഒരവസ്ഥയെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ കറൻസികളെ പറ്റിയിട്ടല്ല ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കാരണം അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ, എന്ത് ചെയ്യാൻ, നമ്മുടെ ബ്രെയിൻ അങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെട്ടു പോയില്ലേ. നിങ്ങളും അങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെട്ടവരാണ്. അപ്പൊ അതുകൊണ്ട് അത് കേൾക്കുമ്പോഴാണ് ആഹാ എന്നൊരു തോന്നൽ തോന്നുക. അല്ലെങ്കിൽ ചോദിക്കും ഓഹോ എന്നുള്ള തോന്നലായിപ്പോവും. ഇത് ഓഹോ വേണ്ട, ആഹാ ആയിക്കോട്ടെ എന്നതിന് മാത്രമാണ് അങ്ങനെയുള്ള തമ്പനീലുകൾ കൊണ്ടുവരുന്നത്. ഓക്കെ, സന്തോഷത്തോടുകൂടി മനസ്സിലാക്കുക, മാറ്റാൻ തയ്യാറാവുക. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസിൽ എടുക്കാൻ നോക്കും. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് പണം നിങ്ങളെ തേടി വരാനുള്ള അത്ഭുത വാക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കൃത്യമായും അത്ഭുത വാക്കേ ഉള്ളൂ. 10-15 മിനിറ്റ് നേരം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നത്, പ്രാവർത്തികമാക്കാൻ പറ്റുന്നതുമായ ഒരു കാര്യമാണ്. അതിനു മുമ്പ് നമുക്ക് എക്സ്പീരിയൻസ് കുറേ എണ്ണം ഷെയർ ചെയ്യാനുണ്ട്. കാരണം ഓരോ ആളുടെയും സന്തോഷം നമ്മളുമായി പങ്കുവെക്കുമ്പോഴാണ് ആ സന്തോഷം ഇരട്ടിക്കുകയും അത് കേൾക്കുമ്പോൾ നമ്മളിൽ 2 കാര്യങ്ങളുണ്ടാവും. ഒന്ന്, സത്യസന്ധമാണ് കേൾക്കുന്നതെങ്കിൽ നമ്മളിൽ സന്തോഷമുണ്ടാവും. അല്ല, ഞാൻ ഇപ്പോൾ കേൾക്കുന്ന എന്നിൽ മാലിന്യമാണ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ എന്നിൽ അസൂയ രൂപപ്പെടും. ഇത് രണ്ടും തിരിച്ചറിയാനുള്ള ഏകമായ വഴി ഇതാണ്. ഇപ്പോൾ മാലിന്യങ്ങളായ അസൂയ എൻ്റെ ഉണ്ടോ, അപ്പോൾ എനിക്കത് മാറണം എന്നുള്ള ചിന്ത ഉണ്ടാവണമെങ്കിൽ മറ്റുള്ളവരെ സന്തോഷ വർത്തമാനം കേൾക്കണം. ആ സന്തോഷ വർത്തമാനം കേൾക്കുമ്പോൾ എന്നിൽ സന്തോഷമാണ് വരുന്നതെങ്കിൽ യു ആർ ഓൺ റൈറ്റ് പാത്ത്, നിങ്ങൾ ശരിയായ പാതയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എന്നിൽ എവിടെയോ ഒരു ഗ്യാസ്ട്രിക് അല്ലെ, ഒരു പുളിച്ചു തേട്ടൽ, ഒരു തേട്ടൽ അടിവയറിൽ നിന്ന് പൊങ്ങി വരുന്നുണ്ട്. അതിന്റെ പേരാണ് അസൂയയെങ്കിൽ നിങ്ങൾ വീണ്ടും എത്തിയിട്ടില്ല ആ വഴിയിലേക്ക്, ഇനിയും കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കാനുള്ള ലളിതമായ മാർഗമാണ് മറ്റുള്ളവരുടെ സന്തോഷ വർത്തമാനം കേൾക്കുക എന്നുള്ളത്. അപ്പോൾ പറയാനുള്ളവർ ധൈര്യപൂർവ്വം പറഞ്ഞോളൂ, ബാക്കി നമുക്ക് വായിക്കണം. യെസ്, ശൈലജ ആരാണ്? അൺമ്യൂട്ട് ചെയ്തോളൂ, ഞാൻ അൺമ്യൂട്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട്. യെസ്, സുബൈദ പറഞ്ഞു. സുബൈദ. ഹലോ സാർ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ചെറിയ ചെറിയ ഓരോ സംഭവങ്ങളായിട്ട് കുറെ ആയി കിട്ടു തുടങ്ങിയിട്ട് നമ്മൾ അതൊന്നും പറയാനുള്ളതായിട്ടില്ല എന്ന് വെച്ചിട്ട് ഇങ്ങനെ പറയാണ്ടിരുന്നതാ. ഇന്നിപ്പോ എനിക്കൊരു 3 സംഭവമാണ് നടന്നത്. അതാണ് ഞാൻ പറയാൻ പോണത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഹലോ. സാർ, ഇന്ന് രാവിലെ ഞങ്ങക്ക് 5 മണിക്ക് സൂം മീറ്റിംഗ് നടക്കുന്നുണ്ട് ഞങ്ങളുടെ ബിസിനസിന്റെ. അങ്ങനെ ആ സമയത്ത് നെറ്റ് പോയിരിക്കായിരുന്നു. നെറ്റ് അതിപ്പോ അതിന്റെ സൗണ്ട് കേൾക്കണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, എന്റെ മൊബൈൽ പവറാണ്, മൊബൈലിന് നല്ല പെർഫെക്റ്റ് ആണ്, സൂപ്പറാണ്, നന്ദി നന്ദി എന്ന് പറഞ്ഞതുപോലെ നെറ്റിനും ഇതുപോലെ തന്നെ പറഞ്ഞു. അപ്പൊ തന്നെ ആ നിമിഷം തന്നെ സൗണ്ട് ക്ലിയർ ആയി. എനിക്ക് ക്ലാസ് ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതെന്റെ ഒരു വലിയ സന്തോഷമാണ്. താങ്ക് യു. അതുപോലെ തന്നെ പിന്നെ രാവിലെ ഞാൻ വർക്കിന് ഇറങ്ങി പോകുമ്പോ എനിക്ക് നാളേക്ക് കുറച്ച് കാശ് ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു ലോട്ടറി കടയുടെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോ അവിടെ നിന്നൊരു ലോട്ടറി എടുത്തിട്ട് ഞാൻ അങ്ങനെ മനസ്സിൽ പറഞ്ഞു, എന്റെ ഈ ലോട്ടറിക്ക് എനിക്ക് പ്രൈസ് ഉണ്ട്, അത് കിട്ടിയതിന് നന്ദി 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 എന്ന് പറഞ്ഞു. വൈകിട്ട് ഒരു 5:30 ആയപ്പോ ആ ലോട്ടറി കടക്കാരൻ എന്നെ വിളിച്ചു. ആ നമ്പർ ഒന്ന് നോക്കൂ, 37 ആണോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അതെന്നെ നമ്പർ. 5000 രൂപ എനിക്ക് പ്രൈസ് അടിച്ചു. അതിലും ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. താങ്ക് യു. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ വൈകിട്ട് എവിടെ പോസ്റ്റ് ഒടിഞ്ഞിട്ടാണെന്ന് പറയുന്ന കറണ്ട് പോയിരിക്കായിരുന്നു. അപ്പൊ എനിക്ക് ഈ ക്ലാസ് മുടങ്ങുന്നുള്ള ഒരു വിഷമത്തിൽ ഇരിക്കുമ്പോ
വീണ്ടും ഞാൻ പറഞ്ഞു 5 മിനിറ്റിനുള്ളിൽ എന്തായാലും കറണ്ട് വരും. അതിനും ഞാൻ നന്ദി പറഞ്ഞു. ആ സമയം തന്നെ കറണ്ടും വന്നു. എനിക്ക് ക്ലാസ്സിലും കയറാൻ പറ്റി. ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമുണ്ട്. സാറിനെ കാണാൻ പറ്റിയതിലും അതുപോലെ തൃശ്ശൂർ പ്രോഗ്രാമിലും സാറിനെ നേരിട്ട് കാണാൻ പറ്റി. ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു സാർ. എത്ര പറഞ്ഞാലും തീരില്ല സാർ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സുബൈദയുടെ കൂടെ അന്ന് വന്ന് കുറെ പേരുണ്ടായില്ലേ? ക്ലാസ്സിലുണ്ട്. ആരും അതിനുശേഷം ഒന്നും വർത്തമാനം സംസാരിക്കുന്നത് കേട്ടിട്ടേ ഇല്ല ഞാൻ. എല്ലാവരും ക്ലാസ്സിലുണ്ട്. പറയാനൊക്കെ ഉണ്ട്. എല്ലാവർക്കും ചെറിയ ചെറിയതായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും പറയും. ടീമിനെ ഓർക്കുന്നു. പിന്നെ സാർ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. എന്റെ കല്ലൊരു ദിവസം രാവിലെ എനിക്കിപ്പോ താഴെ വീണ് പോയി. പക്ഷെ സംഭവം എനിക്ക് കിട്ടിയിട്ടില്ല. കട്ടിൽ നിന്ന് താഴെ വീണതാണ്. അത് കരഞ്ഞിട്ട് പിന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല. അതെന്ത് സംഭവം എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. നിങ്ങൾ ശരിക്കും തെരഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ആദ്യത്തെ അറിയാലോ, ഞാൻ എല്ലാവരും നാളെ രാവിലെ ഒന്ന് കട്ടിലിന്റെ അടിയിൽ ഒന്ന് ചൂലിട്ടൊന്ന് നോക്കിയാൽ മതി, അവർ കാണും. ഓക്കെ, താങ്ക് യു സാർ. കട്ടിലിന്റെ അടിയിലേക്ക് കാണാനായില്ലേ സാർ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു മിനിറ്റ്, ഇവരോട് മറുപടി പറയട്ടെ. സുബൈദ, കട്ടിലിന്റെ അടിയിലേക്ക് ചൂല് പോവാത്ത കുറെ കാലമായിട്ടില്ല, ഇതൊരു കാരണം ആയിക്കോട്ടെ കേട്ടോ. ചൂല് ഇടാറുണ്ട്. ആഴ്ചയിലൊരു ദിവസം ഞാൻ എല്ലായിടത്തും തട്ടി വരാറുണ്ട്. പക്ഷെ ഇതിനു ശേഷം ഞാനല്ല, പിള്ളേരാണ് അടിക്കുന്നത്. അവിടെ ഉണ്ടാവും കേട്ടോ. ആയിക്കോട്ടെ സാർ, താങ്ക് യു. ഓക്കെ, പറഞ്ഞു. ആരാ പറഞ്ഞേ? നേരത്തെ സംസാരിച്ച സുന്ദരിയോ? സുന്ദരി. സാറേ, ഞാന് ഏപ്രിൽ 2-ാം തീയതിയാണ് സാറിന്റെ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ മാം പറഞ്ഞു മെഡിറ്റേഷൻ ചെയ്യണ്ട, സാറിന്റെ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം മാത്രം ചെയ്താൽ മതിയെന്ന്. ഞാനൊരു വീട്ടുജോലിക്ക് നിക്കാണ് വീട്ടില്. ഒരു മാഷും ടീച്ചറുടെ വീട്ടിൽ അവരെ പരിചരിക്കാൻ വേണ്ടി നിക്കാണ്. അപ്പോ വീട്ടില് മോന് ഗൾഫിലാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, ശമ്പളം കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയൊക്കെയുള്ള വിഷമത്തിലാണ്. അപ്പൊ സാറിന്റെ ക്ലാസ് കേട്ടപ്പോ നല്ല സന്തോഷം തോന്നി. അപ്പൊ ഞാൻ അതിൽ ജോയിൻ ചെയ്തു. നന്ദി, 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 നന്ദി. ഓക്കെ, നടക്കട്ടെ. നല്ല മാറ്റം ഉണ്ടാവട്ടെ കേട്ടോ. ജോലി എവിടെയായാലും ജോലി നല്ല സന്തോഷപൂർവ്വം ജോലി ചെയ്യുക, ശമ്പളം മേടിക്കുക, എന്നിട്ട് സൂക്ഷിച്ചു വെക്കുക. എല്ലാം അന്നേരം തന്നെ ചെലവാക്കി കളയരുത്. ചെലവാക്കാൻ പറ്റില്ല സാറേ, ലോണുണ്ട്. ലോണിന്റെ അടവൊക്കെ തെറ്റിയിട്ട് ആകെ പ്രശ്നത്തിൽ. ലോണില്ലാത്ത ആൾ മലയാളിയല്ല കേട്ടോ. മലയാളിയാണെങ്കിൽ ലോണുണ്ട്, അത് പ്രത്യേകിച്ച് പറയണ്ട. ആയിക്കോട്ടെ. മലയാളിയാണെങ്കിൽ ലോൺ ഉണ്ടാവണം, അത് നമ്മുടെ ഐഡന്റിറ്റി. മോന് 4 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് ഒരു ശമ്പളം ഒന്നും ഇല്ലാതെ അടുത്ത ആള്. ഹലോ സുധ പറ. സാറേ, ഇന്ന് എനിക്കൊരു അത്ഭുതം ഉണ്ടായി. കാരണം ഇന്ന് ഞാൻ രാവിലെ മെഡിറ്റേറ്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് എഴുതി കിച്ചണിലേക്ക് പോയിട്ട് ഞാൻ വെറുതെ വീട്ടിലേക്ക്, ഞാൻ ഇവിടെ അടിമാലിയിലാണ് ഇപ്പോൾ എന്റെ മാഡത്തിന്റെ കൂടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ രാവിലെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചപ്പോ ചേട്ടൻ ഒരാഴ്ചയായിട്ട് ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുകയാണ്. അപ്പൊ എന്താ ജോലി വല്ലതും ശരിയായോ ചോദിച്ചു. അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ സാറിന്റെ വീഡിയോസ് കണ്ടിട്ടിരിക്കുകയാണ് ഞാൻ. അപ്പോഴാണ് ഞാൻ ഇടയ്ക്ക് കയറി, എനിക്ക് എന്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ വീട്ടിലേക്ക് ഒന്ന് വിളിക്കുന്നു. അപ്പൊ ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഞാൻ വേഗം വിളിച്ചു ചോദിച്ചിട്ട് അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞ് വേഗം ഞാൻ എന്ത് ചെയ്യും, എനിക്ക് എന്റെ ഉള്ളിൽ നിന്ന് ആരോ പറയാണ് ഇങ്ങനെ ചെയ്യണം. ഞാനിപ്പോ വേഗം പേന എടുത്തിട്ട് എന്റെ കയ്യില് സാറ് 12 എഴുതി വെക്കാൻ പറഞ്ഞില്ലേ, അത് എഴുതി വെച്ചിട്ട് സാറ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ പിന്നെ എനിക്ക് കിച്ചണില് ഒരുപാട് തിരക്കുണ്ടായിരുന്നു. അത് കാരണം അതെല്ലാം കഴിഞ്ഞ് ഞാൻ 10 മണിക്ക് ചേട്ടനെ വിളിച്ചപ്പോ എവിടെയാണെന്ന് ചോദിച്ചപ്പോ ഞാൻ പണിസ്ഥലത്താണ് പറഞ്ഞു. അപ്പൊ ഞാൻ രാവിലെ വിളിച്ചപ്പോ പണി ആയിട്ടില്ല എന്നല്ലേ പറഞ്ഞത് പറഞ്ഞപ്പോ, അല്ല നീ വിളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് കോള് വന്നത്, ഞാൻ ഇപ്പൊ പണിസ്ഥലത്താണ് പറഞ്ഞത്. സാർ, എനിക്കത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. വല്ലാത്തൊരു മിറാക്കിളാണ് എനിക്ക് സംഭവിച്ചത്. ഞാൻ എന്നിട്ട് സത്യം പറഞ്ഞ സാറിന്റെ വീഡിയോസ് മുഴുവൻ ഞാൻ കിച്ചണിൽ ഇരുന്ന് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ 100 നന്ദി, സത്യം പറഞ്ഞ എത്ര നന്ദി ദൈവത്തിന് പറഞ്ഞാലും സാറിനും ഞാൻ നന്ദി പറഞ്ഞ് ആ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ സാറിന് കൈകൊപ്പി ഞാൻ നന്ദി പറഞ്ഞു. സാർ, അത്രയ്ക്കും എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്കും സന്തോഷം സാർ. അത്രയും സാറെ പ്രാർത്ഥിക്കാൻ, എനിക്ക് എന്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. അത്രയും ടെറസോടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. നാളേക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അതിന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് സാർ. അത്രയ്ക്കും സന്തോഷം എനിക്ക്. എന്താ പറയാ, 1 മണിക്കൂറിന്റെ ഉള്ളിൽ ഞാൻ പിന്നെ വിളിച്ചു ചോദിച്ചപ്പോഴേക്കും ആള് ജോലി സ്ഥലത്താണ്.
എനിക്കത് താങ്ക് യു മിറാക്കിളാണ് സംഭവിച്ചത്. താങ്ക് യു സർ, താങ്ക് യു വെരി താങ്ക് യു മച്ച്. താങ്ക് യു താങ്ക് യു. ഹലോ സർ, ഞാൻ ശ്രീദേവി. ശ്രീദേവി പറഞ്ഞോ. സാറേ, ഇന്ന് എനിക്കല്ല, എന്റെ ഹസ്ബൻഡിന് 1000 രൂപ ലോട്ടറി അടിച്ചു. ആ, പിന്നെ ഗൃഹോപകരണങ്ങള് 2 പുതിയതായിട്ട് വാങ്ങിച്ചു. എല്ലാം പറയണമെന്ന് സാർ പറഞ്ഞത് കാരണം ഞാൻ പറയാണ്. ഗ്യാസ് അടുപ്പ്, ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു. ഓ, എളുപ്പമായില്ലേ പണി? പണി എളുപ്പമായില്ലേ? താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഞാൻ അഫർമേഷൻസ് ഒക്കെ എഴുതും. തീ ഉന്തിയല് പുക 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 ഊതി പുകയൂതി ഇനി ഉണ്ടാവും, ആ പ്രശ്നമില്ലല്ലോ. ഇല്ല ഇല്ല. നല്ല കാര്യം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നല്ല കാര്യം. ഞാൻ അഫർമേഷൻസ് ഒക്കെ എഴുതും. പിന്നെ സതിയാണ്. താങ്ക് യു സർ. സാർ ഞാൻ സതി പറഞ്ഞോ. എന്താണ് സതിക്ക് ഇന്ന് ഇത്ര സന്തോഷം? എപ്പോഴും രാത്രി നമ്മുടെ ഇത് കയറുമ്പോ എനിക്ക് ഇത്ര സന്തോഷം ഇത് പറയാൻ വരുവാണ്. സാറ് എന്റെ ഫോണ് ഇവിടെ ഒരു 9 നമ്മുടെ ക്ലാസ് കഴിയും. ഒരു ദിവസം കഴിയുമ്പോഴേക്കും 35 രൂപയ്ക്കൊന്ന് ചാർജ് ചെയ്ത് മോള് തന്നു. അപ്പൊ അന്ന് തൊട്ട് ആ സമയം ആകുമ്പോഴത്തേക്ക് വീണ്ടും അതിങ്ങനെ. അപ്പൊ ഞാനത് മാറ്റിയിട്ടാണ് ഇപ്പൊ ഏട്ടന്റെ ഫോണിൽ കയറാൻ കാരണം പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഞാൻ ഏതെങ്കിലും ഫോണിൽ നിന്നായാലും കയറും. ഇന്നെനിക്ക് ഒത്തിരി സന്തോഷമാണ്. അത് പറയാനാണ് ഞാൻ വെച്ചത്. എന്റെ ഓഫീസിലെ ഏറ്റവും എന്നും സന്തോഷമുണ്ട്. പിന്നെ അതിലുപരി പറയാനുള്ള സന്തോഷമുണ്ട് എനിക്ക്, റിസൾട്ട് പറയാൻ. അപ്പൊ എന്റെ ഓഫീസിലെ ഓഫീസറുമായിട്ട് തന്നോട് പറയാൻ, എന്റെ 110 ടീച്ചർമാരടങ്ങുന്നതാണ് എന്റെ അംഗൻവാടിയുടെ പ്രൊജക്ട് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ 110 പേരെയും ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു ഭാഗമാണ് ഈ അംഗൻവാടി ടീച്ചർമാര്. അതിൽ മേലുദ്യോഗസ്ഥർ വരിക, നമ്മളെ വഴക്ക് പറയുക, നമ്മൾക്ക് ഒരുപാട് ദുരിതങ്ങളും ഞങ്ങൾ അവരുടെ കൈകളിൽ നിന്നും മാനസിക പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു കൂട്ടരാണ്. കാരണം മുട്ട, പാലൊക്കെ ഇതൊക്കെ കൊടുക്കുന്നത്. അതിന്റെ പേരിലൊക്കെ കള്ളികളാണെന്ന് മുട്ട കുടിക്കുന്നത്. പറഞ്ഞു. അപ്പൊ അത് അങ്ങനെയായി ഞാൻ എപ്പോഴും എതിർക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. ഒരാളാണ്. അതുകൊണ്ട് എപ്പോഴും എന്നെ വേറെ കണ്ണുകൊണ്ടാണ് സാർ കാണുന്നത്. പക്ഷെ എനിക്കറിയില്ല സാർ, കഴിഞ്ഞ മീറ്റിങ്ങിന് ചെന്നപ്പോഴും ഭയങ്കര സന്തോഷം എന്നോട് വന്ന് പ്രകടിപ്പിച്ചു. ഇന്നാണെങ്കിൽ 110 പേരിലെ 8 പേരുടെ റിട്ടയർമെന്റ് ആയിരുന്നു. ആ റിട്ടയർമെന്റില് വന്നോണ്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നത്തെ അൺമ്യൂട്ട് ചെയ്യാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അവിടെ എന്താ എനിക്കറിയില്ല. എന്നെ കണ്ടാൽ തന്നെ ദേഷ്യപ്പെടുന്ന ഒരു ഓഫീസർ എന്നെ ചേർത്ത് പിടിച്ച് എനിക്ക് ഒത്തിരി സന്തോഷമായി. സാറിനോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതാണ് ഒന്നാമത്തെ. അപ്പൊ എന്റെ നന്ദി. അത് ഞാൻ ഒരുപാട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് റിട്ടയർമെന്റ് ആയ ടീച്ചറിനെ കൊണ്ട് ആ ഹെൽപ്പർ ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗ് ഏത് കേൾക്കുന്നില്ല സാർ? കേട്ടോ, കേൾക്കുന്നില്ല. ഓ, ഇപ്പൊ നെറ്റ് ഫുൾ കട്ടായി. അത് കാര്യമില്ല, കുഴപ്പമില്ല. സാറേ ഞാൻ പറയട്ടെ? സാറേ ഞാൻ പറയാം. ഇമോഷനെ കൺട്രോൾ ചെയ്ത് വേണം പറയാൻ കേട്ടോ. പറഞ്ഞു. സാറേ ഞാൻ പറയണ്ട്. രാധാ ദിനേശ് കേൾക്കണ്ട? പറഞ്ഞു. ഇന്നലത്തെ ക്ലാസ് കേട്ടപ്പോഴേ എനിക്ക് തോന്നി അത് എനിക്ക് വേണ്ടിയുള്ള ക്ലാസ് ആയിരുന്നു ശരിക്കും പറഞ്ഞ. കാരണം എന്താ വെച്ചാൽ എന്റെ മക്കള് 2 വഴക്കാ. അപ്പൊ ഞാന് എന്നും വഴക്ക് തീർക്കാൻ നോക്കുമ്പോ മൂത്താള് തീരെ അടുക്കാൻ സമ്മതിക്കില്ല. അവൻ വീട്ടിൽ നിന്ന് പോയി. താഴെയുള്ള ആള് അവനങ്ങോട്ട് വിളിക്കാനും സമ്മതിക്കില്ല. ഞാൻ അവിടെ ഇല്ലാത്തൊരവസരത്തിലാണ് വഴക്കുണ്ടായത്. അങ്ങനെ ഇരിക്കുമ്പോ ഇപ്പൊ ഇന്നലെ സാറിന്റെ ക്ലാസ് കേട്ടപ്പോ ഇന്നലെ എന്റെ ആങ്ങളയുടെ അടുത്തേക്ക് മൂത്താളെ വിളിപ്പിച്ചിട്ട് എങ്ങനെയും ശരിയാക്കാൻ വേണ്ടി ഞാൻ താഴെയുള്ള ആളെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ച്, ഞാൻ ശരിയാക്കിയാലും ഇങ്ങോട്ട് വരാൻ ഇപ്പൊ സമ്മതിക്കണല്ലോ. അപ്പൊ അവൻ വന്ന ഇവൻ പോന്ന് പറയും. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ നോക്കുമ്പോ ഇന്ന് എന്റെ ആങ്ങള മൂത്താളെ വിളിച്ചപ്പോ അവൻ വന്നു. ഞാൻ ഈ അയ്യാർക്കായി സിറ്റുവേഷനൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാട്ട് ഇവിടെ പണിയെടുക്കുമ്പോ അവരവിടെയാണ്. അപ്പൊ നോക്കുമ്പോ വന്നു. പിന്നെ അപ്പൊ അവൻ വലിയ ലഹളയൊന്നും ഉണ്ടാക്കാണ്ട് സംസാരിച്ചു ഇത്ര.
പക്ഷെ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു. വരില്ല എന്ന് പറഞ്ഞാലും ദേഷ്യത്തിലല്ല, അങ്ങനെയൊന്നുമല്ല പറഞ്ഞു. അവൻ വേറെ ഫ്ലാറ്റ് എടുത്ത് താമസിക്കുകയാണ്, തുണിക്കട തുടങ്ങാൻ പോവാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ നാളെ ഞാൻ വിളിച്ചാലും അവൻ വരും എന്ന് പറഞ്ഞു. ഇങ്ങടല്ല കേട്ടോ, എന്റെ വീട്ടിലേക്ക്, ആങ്ങളയുടെ അടുത്തേക്ക്. അവിടെ വന്നിട്ട് അമ്മ സംസാരിക്കാൻ വിളിച്ചാൽ വരും, പക്ഷെ അവൻ ഇങ്ങോട്ട് വരാനൊന്നല്ല, അമ്മോട് സംസാരിക്കാ പറഞ്ഞു. അപ്പൊ എനിക്കപ്പോ എന്താ വെച്ചാൽ വിഷമമില്ല സാറ് ഇന്നലെ പറയുന്നതൊക്കെ കേട്ടപ്പോ. അവൻ വരില്ല എന്ന് പറഞ്ഞാലും എന്റെ ഹൃദയത്തിന്റെ വാതിൽ എപ്പോഴും തുറന്നിട്ടുണ്ട്, അവൻ എന്ത് വേണമെങ്കിൽ വരാം. അത് ഇന്നലെ സാറിലേക്ക് കിട്ടിയ ആ ഒരു മനസ്സിന്റെ ധൈര്യമാണ്. പിന്നെ അവൻ വരില്ല എന്ന് തന്നെ പറഞ്ഞപ്പോ ഞാന് എന്റെ ചേച്ചിയുടെ മോളെ വിളിച്ചു. എനിക്ക് പെൺകുട്ടികളില്ല, അപ്പൊ ഞാൻ അവളെ തന്നെയാണ് എപ്പോഴും വിളിക്കുക സങ്കടങ്ങൾ പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, വല്യമ്മയ്ക്ക് കുറച്ചു കാലം നോക്കാൻ വേണ്ടി ഭഗവാൻ തന്നതാവും അരുണിന്. പിന്നെ അവൻ ആ കുറച്ചു കാലം ചിലപ്പോ കഴിഞ്ഞിണ്ടാവും. അപ്പൊ അവൻ വേറെ താമസിക്കുന്നത് നമുക്ക് കാണാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു മനസ്സമാധാനം അവളേക്ക് ഇന്ന് കിട്ടിയത്. ഇനിയിപ്പോ നാളെ അവൻ വന്ന് സംസാരിച്ച അവൻ വരികയാണെങ്കിൽ എനിക്ക് സന്തോഷം, കുഴപ്പം അധികം സന്തോഷമായി. പക്ഷെ വരുന്നില്ല എന്ന് പറഞ്ഞാലും അവൻ വരേണ്ട ദിവസത്തേക്ക് ഞാൻ കാത്തിരിക്കും. പക്ഷെ ഇവൻ അങ്ങനെ കാത്തിരിക്കാൻ സമ്മതിക്കില്ല, താഴാണ്. അപ്പൊ പറയും വരില്ല പറഞ്ഞ പിന്നെ വരണ്ട പറയും. അപ്പൊ ഞാൻ എന്താ ചെയ്യുക? ഇന്നലെ സത്യം പറഞ്ഞ എനിക്ക് ഇങ്ങനെ എന്താണ് ഒരു തീരുമാനം എടുക്കേണ്ടത് ഭഗവാനെ, അതൊന്ന് പറഞ്ഞു തരണ ഒരാളേനെ എന്റെ അടുത്തേക്ക് കൊണ്ടാവുന്ന ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് സാർ ഇന്നലത്തെ ആ ക്ലാസ് ഇട്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, അത് ഇന്നലെ എനിക്കുള്ള ക്ലാസ് ആയിരുന്നു. പക്ഷെ അത് എനിക്ക് ഇന്നലെ പറയാൻ സാധിച്ചില്ല, അതിന്റെ താഴെ ആളിവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പറയാനൊന്നും ചിലപ്പോ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ഇപ്പൊ ഇത്ര നേരം ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് പുറത്തേക്ക് പോയത് എന്തോ മേടിക്കാൻ. അപ്പോഴാണ് ഞാൻ സംസാരിക്കുന്നത്. ഇങ്ങനെ കാണുന്നോണ്ടും കേൾക്കണോണ്ടും കുഴപ്പമില്ല. നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഉദ്ദേശിച്ച് തന്നെയാണ് മനുസ്മൃതിയിൽ ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന് എഴുതിയത്. നിങ്ങൾ സ്വാതന്ത്ര്യം ഇല്ല എന്ന് ആദ്യകാലത്ത് അച്ഛനും അമ്മയുടെ അടുത്ത് പോയി സ്വാതന്ത്ര്യമില്ല എന്ന് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ച ഭർത്താവിന് മുമ്പിൽ സ്വാതന്ത്ര്യം അടിയറ വെച്ചു. ഇത് കഴിഞ്ഞപ്പോൾ മക്കളെ മുമ്പിൽ സ്വാതന്ത്ര്യം അടിയറ വെച്ചു. അത് കഴിഞ്ഞ പിന്നെ കൊച്ചുമക്കളെ മുമ്പിൽ സ്വാതന്ത്ര്യം അടിയറ വെക്കും. ഇത് മാറാത്തിടത്തോളം കാലം, ഈ ചിന്ത മാറാത്തിടത്തോളം ജീവിതത്തിൽ ചിറകുകൾ ഉണ്ടായിട്ട് കാര്യമില്ല, പറക്കാൻ പറ്റില്ല. മാറ്റമുണ്ടാവട്ടെ, ചിന്തകളിൽ മാറ്റമുണ്ടാവട്ടെ. ഇതൊക്കെ ഞാൻ പുതിയ ക്ലാസ്സുകൾ ചേർത്ത് പറഞ്ഞു പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചില ആൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് തോന്നുന്നത്, അവർ യഥാർത്ഥത്തിൽ എന്താണ് ഇല്ലാതെ എന്ന് കരുതുന്നത്, എവിടെയാണ് ആ പാളിച്ചകൾ പറ്റുന്നത് എന്നതൊക്കെ വ്യക്തമായി തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. കാരണം സ്വന്തം ചിറകിൽ നിൽക്കാൻ സാധിക്കാത്ത ഒരാളും ഒരു ജീവിയും, അല്ലെങ്കിൽ സ്വന്തം കാലിൽ ചിറക് എങ്ങനെയായാലും ഒരു ജീവിയും ഈ ഭൂമിക്ക് ഭൂഷണമല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്നിടത്ത് ഭൂമിയിൽ നമ്മൾ എന്തുകൊണ്ട് പ്രപഞ്ചം നമ്മളോട് എതിര് പ്രവർത്തിക്കുന്നു എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. പ്രപഞ്ചത്തിന്റെ സത്യത്തിനെതിർ എഗനിസ്റ്റ് ആയിട്ട്, പ്രപഞ്ച നിയതിക്ക് എതിരായി ഏതൊന്നും ഇവിടെ ചലിക്കുന്നുവോ അതിനെ എക്സ്പെൽ ചെയ്യാൻ, അതിനെ പുറത്താക്കാൻ പ്രപഞ്ചം എല്ലാ ഗൂഢാലോചനയും നടത്തും എന്ന സത്യം മനസ്സിലാക്കുക. അത് വളരെ ലളിതമായ ഒരു സത്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മളത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഓക്കെ, താങ്ക് യു. എന്തായാലും രാധാ ദിനേശിന്റെ മക്കൾ രണ്ടുപേരും ഒരുമയോടുകൂടി ഒരേ വീട്ടിൽ വന്നും പോയും എന്നും കൂടെ നിൽക്കണം എന്നല്ല, ഞാൻ പറയാം, നിൽക്കുക മാത്രമാണ് വേണ്ടത്. ഇനി അടുത്തത് എല്ലാവരും സംസാരിക്കുന്ന ക്ലാസ് നടക്കുക. സാർ ഞാൻ പറഞ്ഞു തീർന്നില്ല. ഇനി സമയമില്ല കേട്ടോ. അല്ല സാർ, പെട്ടെന്ന് അത് വേണ്ട, പിന്നെ പറയാം. ദേവി പറഞ്ഞു. ഇന്നലെ ദേവി പറഞ്ഞു. സാറേ, ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ക്ലാസ്സിന് 3 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നില്ല സാറേ, അതിന് ആദ്യമായിട്ട് പങ്കെടുത്താണ്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ സാറിനെ കണ്ട് നന്ദി സാറ്. പറയാൻ കിട്ടുന്നില്ല. താങ്ക് യു. കുഴപ്പമില്ല. പറയാൻ കിട്ടുന്ന പറയാം കേട്ടോ, പിന്നെ പറയാം. ഓക്കെ, കഴിഞ്ഞു. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അത്യാവശ്യം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ചെറിയ കാര്യം. അന്ന് വിളിച്ചിട്ടില്ല അവര്, തിങ്കളാഴ്ച 1:30 അത്ര പറഞ്ഞിരിക്കണത്. ഇപ്പൊ ഇന്ന് മെയില് അവര് വിളിച്ചു പറഞ്ഞു തിങ്കളാഴ്ച. ഇന്നത്തെ മാറ്റി വെച്ചു. മാറ്റി വെച്ചു. ഇന്നലെ അവക്കാകെ ടെൻഷനാണ്, ദിവസം കൂടുന്നവരും. എന്തിനായിരിക്കും മാറ്റി വെച്ചിട്ടുണ്ടാവുക?
എന്താന്നിപ്പോ ഞാൻ പറയണ എനിക്ക് മനസ്സിലാവണില്ല. ഇതാണ് വിഷയം. ഉം. നിങ്ങൾ ഒരു കാര്യം വിശ്വസിക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് ആ കാര്യം സംഭവിക്കുമോ? അയ്യോ, ഞാൻ വിശ്വസിച്ചിട്ടാണേ. നിങ്ങളും നിങ്ങളുടെ മകളും രണ്ടുപേരും എത്ര സമയം പറഞ്ഞാലും അത് വിശ്വസിക്കാൻ തയ്യാറല്ല. വിശ്വാസാണ്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടായിട്ടല്ല വരേണ്ടത്, ആ. അകത്ത് നിന്ന് വരണം. തീർച്ചയായിട്ടും വരുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്തായാലും നല്ലത് മാത്രമേ ഇവിടെ സംഭവിക്കുകയുള്ളൂ, അത് ഉറപ്പാണ്. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. നല്ലത് മാത്രമേ ഇവിടെ സംഭവിക്കുകയുള്ളൂ, അത് ഉറപ്പാണ്. 100% വിശ്വസിച്ചിട്ട് തന്നെ സാറേ. ഓക്കെ, ശരി, നല്ലത് സംഭവിക്കട്ടെ. അത് റിസൾട്ട് വരുമ്പോ പറയൂട്ടോ. ഓക്കെ, മറ്റാരുമില്ലല്ലോ? ഉണ്ട്. പക്ഷേ ഞാൻ ഒന്ന് പറയട്ടെ. എന്നാ പെട്ടെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ സർ. ഞാൻ പ്രമീള. പറഞ്ഞോ പ്രമീള. എനിക്ക് ഇന്ന് പ്രസീത മാം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതില് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അത് വായിച്ച് പിന്നെ അഡ്രസ്സ് തരണമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അഡ്രസ്സ് അയച്ചു കൊടുത്ത് എനിക്ക് എവിടുന്ന് ഇല്ലാത്തൊരു എന്താന്നറിയില്ല, എന്റെ ശരീരം മൊത്തം എന്തോ ഒരു ഇത് വന്ന് മാതിരിക്കും. പിന്നെ ഭയങ്കര സന്തോഷം സാർ. ഞാന് ചെറിയ കുട്ടിയായിട്ടുണ്ടാകുമ്പോഴേ ഞാൻ ചെടികളോടല്ല സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഞാന് ആ കാര്യങ്ങളെല്ലാം പിന്നെ പുറത്തു പോയി എല്ലാം പ്രപഞ്ചത്തിന്റെ അടുത്ത് പിന്നെ അത്ര സന്തോഷത്തോടെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നീ ഭയങ്കര സന്തോഷമായി. എത്ര നന്ദി സാറിനും ദൈവത്തിന് പറഞ്ഞു. എനിക്ക് ഓരോ ചെടീന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. പറഞ്ഞു സാർ. ഓക്കെ, 3 പുസ്തകം നാളെ അയക്കുന്നുണ്ട് കേട്ടോ. എന്റെ കയ്യൊപ്പ് ചാർത്തിയ പുസ്തകം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് നാളെ അയക്കുന്നുണ്ട്. വായിച്ചിട്ട് വേണ്ട പോലെ ജീവിതത്തെ മാറ്റുക കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും. നെറ്റ് പോയതുകൊണ്ട് ഞങ്ങൾ അന്നേരം തന്നെ കുറെ പേര് ഇവിടെ ചോദിച്ചു, ഒരുപാട് ആൾക്കാർ നെറ്റ് പോയതുകൊണ്ടാണ്. പിന്നെ നിങ്ങളുടെ നമ്പർ നമ്മളില്ല, നമ്പർ ചോദിച്ചാൽ കിട്ടിയില്ല. അതുകൊണ്ടാ നിങ്ങൾ തന്നെ ഇന്ന് ഞങ്ങൾ മാക്സിമം നിങ്ങളുടെ നമ്പർ കിട്ടാൻ വേണ്ടി എല്ലാ വഴിയും ശ്രമിച്ചു, പക്ഷെ ഞങ്ങളിൽ ഇല്ല. പൈസ ഇട്ട ഉടനെ നെറ്റിൽ പൈസ ഇട്ട ഉടനെ ഞാൻ പ്രസിദ്ധ മാം വിളിച്ചിട്ട് ഞാന് മെസ്സേജ് കണ്ടു, ഞാൻ എനിക്ക് കിട്ടിയത്. സാറ് എന്റെ ദൈവമാണ് എന്നെ അനുഗ്രഹിക്കും. യു കെയിൽ നിന്ന് ഉഷയൊക്കെ അന്നേരം തന്നെ പറഞ്ഞു നിങ്ങൾക്ക് പുസ്തകം അയക്കാനുള്ള കാശ് ഞാൻ അയച്ചു തരാന്നൊക്കെ പറഞ്ഞു. വേണ്ട, ഞാൻ തന്നെ തരുന്നുണ്ട്. യെസ്, ലിസിപ്പോൾ പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് കഴിഞ്ഞു. ഒരുപാട് ആൾക്കാർ കല്ലിന്റെ അപ്പോ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് സാർ പറഞ്ഞ മാതിരി ചെയ്തു. അക്കൗണ്ടിലോട്ട് ഒരു 25,000 റുപ്പീസ് വന്നു സാർ. താങ്ക് യു. വരട്ടെ, ഇനിയും വരട്ടെ. ഇനിയും 25,000 പോയിട്ട് 2.5 lakhs-ഉം 25 lakhs-ഉം ഒക്കെ വരട്ടെ. അങ്ങനെ തന്നെ വരട്ടെ സാർ. ഒരു കാര്യം പറയട്ടെ സാർ. ഇനിയുണ്ടോ? ഒരു കാര്യം ഞാൻ പറയട്ടെ. പറഞ്ഞോട്ടെ അലിമാം. സാർ, നമ്മള് പിന്നെ ധനത്തിന്റെ ഇത് നടത്തിയല്ലോ, ധ്യാനം നടത്തിയല്ലോ. അന്ന് ഞാൻ പറഞ്ഞിരുന്നു 50 അഡ്മിഷൻ എനിക്ക് വേണോന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ ഓട്ടോയിൽ കയറിയാല് ഓട്ടോറിക്ഷക്കാരൻ പറയും എന്റെ മോൻ +2 പരീക്ഷ എഴുതിയിട്ടിരിക്കുകയാണ്, അവനൊരു അഡ്മിഷൻ വേണമെന്ന്. ഞാൻ കടയിൽ സാധനം മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാല് കടയിൽ ഏതെങ്കിലും 2 പേരുണ്ടാവും എന്റെ മോനൊരു അഡ്മിഷൻ വേണമെന്ന് പറയാൻ. ഞാൻ പള്ളിയിൽ പോയാല് പള്ളിയിൽ ഉണ്ടാവും ഒരാള് എന്റെ കൊച്ചിന് അഡ്മിഷൻ എടുത്ത് തരുമോന്ന് ചോദിക്കാൻ. എനിക്ക് പേടിയാവുന്നു സാറേ. പേടിക്കണോ? എന്തിനാ ഇങ്ങനെ വരുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ വരണം. അതെ, നിങ്ങൾക്ക് 50 വേണ്ടത് 100 കിട്ടാനാണ്. അങ്ങനെ വരട്ടെ. ഈ ഞാൻ ബസ്സിൽ കയറിയപ്പോ കണ്ടക്ടർ എന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, മാഡം എന്റെ മോനും അവന്റെ കൂട്ടുകാരനും ഉണ്ട്, അഡ്മിഷൻ എടുത്ത് തരുമോന്ന്. അതോടുകൂടി എനിക്ക് പേടിയായി തുടങ്ങി. പേടിക്കണ്ട, ഇന്ന് ഒരു പേടിയും വേണ്ട, ധൈര്യപൂർവ്വം എടുത്തു കൊടുത്തോ, എല്ലാ കാര്യങ്ങളും ചെയ്തോ. താങ്ക് യു സർ. താങ്ക് യു പറ, ഷോ ഒന്നുമില്ല. താങ്ക് യു സർ. താങ്ക് യു. അത്ഭുതങ്ങള് മിറാക്കിൾ എന്താ പറയാ.
ഇന്ന് ക്ലാസ് വേണ്ടേ? പെട്ടെന്ന് പറ വനസ്പതി, പെട്ടെന്ന് പറ. ഒരുപാട് അതിശയ സന്തോഷം തോന്നുന്നു ഇതെല്ലാം കേൾക്കുമ്പോ. ഇതൊക്കെയാണ് വിഷയങ്ങൾ. വനസ്പതി പറ. ഞാൻ സാറിന്റെ യൂട്യൂബ് ക്ലാസ്സുകൾ കുറെ കേട്ട് ഫെബ്രുവരി തുടങ്ങി ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് കുറെ. അങ്ങനെയാണ് സാറിന്റെ തിരുവനന്തപുരത്തൊക്കെ ക്ലാസ് എടുക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു സാറിന് എങ്ങനെയെങ്കിലും സാറിന്റെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന്. അങ്ങനെ ഞാൻ എന്റെ അനിയത്തി ഉണ്ട്, എന്റെ വീട് അങ്കമാലിലാണ്. അപ്പൊ അനിയത്തി ഞാനും കൂടെ ഒരു പ്രോഗ്രാം പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പൊ അതിന് ഒരുപാട് നന്ദി. പിന്നെ ഇപ്പോഴും ഞാൻ പിന്നെ നമുക്ക് ഈ മാസം ഉണ്ടായിരുന്ന ഇന്ന് വരെയുള്ള എല്ലാ ക്ലാസ്സിലും കയറിയിട്ടുണ്ട്. വേറെ ഹാപ്പിനെസ് മാസ്റ്ററിയിലൊന്നും കയറിയിട്ടില്ല. ജേർണി ടു ഹാപ്പിനെസ്സിൽ കയറിയിട്ടില്ല. അപ്പൊ ഞാനിത് ഇങ്ങനെ മോള് ഫാഷൻ ഡിസൈനിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ കുറച്ചൊക്കെയാണ് ചെയ്യണേ. അപ്പൊ അവളുടെ വളരാനും പിന്നെ ഞാനന്ന് സാറിനോട് നേരിട്ട് സംസാരിച്ചായിരുന്നു തൃശ്ശൂർ വെച്ചിട്ട്. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നല്ലോ. അപ്പൊ ഞാൻ എന്റെ മോന്റെ കാര്യത്തെ കുറിച്ച് അവന് കാഴ്ചയിലെ പ്രശ്നങ്ങളൊന്നുമില്ല, ചിലപ്പോളം ബുദ്ധിക്കാൻ ചെറിയൊരു പ്രശ്നമുള്ള അവനെ കൊണ്ട് വീട്ടിലേക്കൊരു എന്താ പറയാ ജോലി അല്ലെങ്കിൽ അവന് തന്നെ നിലനിൽക്കാൻ പറ്റുന്ന ഒരു കഴിവ് കുറവുണ്ട് സാറേ. ഞാനിങ്ങനെ എന്താ ചെയ്യാന്ന് സാറിനോട് സംസാരിച്ചു. പപ്പു പറഞ്ഞു അവൻ സാറിന് വെറുതെ ഇട്ടേക്ക്, അവൻ 10-20 വയസ്സായാലേ. അങ്ങനെയല്ല സാർ, അവന് ഇങ്ങനെ ഇതുണ്ട്. അപ്പൊ അതിന് വല്ല എന്താ മെഡിറ്റേഷനിലൂടെ അങ്ങനെയൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? ആളെ കണ്ടിട്ട് എന്തെങ്കിലും പറയാം. പറ്റുമെങ്കിൽ ഒരു പ്രാവശ്യം നേരിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ശരി കേട്ടോ. താങ്ക് യു. ബാക്കി പിന്നെ സംസാരിക്കാം. ക്ലാസ് എടുക്കട്ടെ. അല്ലെങ്കിൽ എല്ലാം പത്മം ലാസ്റ്റ് സംസാരിക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ളവർക്ക് ലാസ്റ്റ് സംസാരിക്കാം കേട്ടോ. ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇത് കേട്ടതൊക്കെ വെറും എന്താ പറയാ അവരുടെ സന്തോഷങ്ങൾ മാത്രമാണ്. ഇനിയും കൂടുതൽ കൂടുതൽ സന്തോഷങ്ങൾ അവർക്കും ഉണ്ടാവട്ടെ, കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതുപോലെ നമുക്ക് ഒരു ദിവസം മുഴുവൻ പറഞ്ഞു തീരാത്തത്രയും അനുഭവങ്ങൾ ഉണ്ടാവാനും അത് മറ്റുള്ളവരിലോട് പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മാറ്റം ഉണ്ടാവട്ടെ എന്നുള്ള ആത്മാർത്ഥ പ്രാർത്ഥനയിൽ വെള്ളം വേണം. നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് കിടക്കാം. യെസ്, അപ്പോൾ എടുത്തോളൂ, ക്യാപ്സ്യൂൾ എടുത്തോളൂ, ടാബ്ലറ്റ്സ് എടുത്തോളൂ, കഴിച്ചോളൂ. എന്നിട്ട് തുടങ്ങാം. നമുക്ക് ഫാസ്റ്റ് ആയിക്കോട്ടെ, പെട്ടെന്ന് ടക്ടക്കാന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. വളരെ 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 വേഗത്തിൽ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എല്ലാവരും തയ്യാറാവുക. പെന്നും പേപ്പറും എടുത്തോളുക. അല്ല, പെന്നും പേപ്പറും എടുത്തോളുക. ശരിയാണ്, പെന്നും പേപ്പറും എടുത്തോളുക. ആദ്യം ഇവിടെ ടൈപ്പിംഗ് നോക്കട്ടെ. എല്ലാവരും ടൈപ്പ് ചെയ്യട്ടെ. യെസ്, പോരട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഇന്നത്തെ സബ്ജക്റ്റ് ഈ താല്പര്യത്തോടെ വന്നവർ എത്ര പേരുണ്ട് ഇവിടെ? പേരൊന്ന് ടൈപ്പ് ചെയ്ത്. ഇന്നത്തെ സബ്ജക്റ്റ് വളരെ താല്പര്യപൂർവ്വം അറിയാനായി വന്നവർ എത്ര പേരുണ്ട് ഇവിടെ? യെസ്, എല്ലാവരും ഉണ്ടല്ലേ? എല്ലാവരും ഉണ്ടോ? എന്തിനാ ഇവിടെ വരുന്നല്ലോ? എന്തൊരു ചോദ്യം സാറേ, വെറുതെ ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കാനായിട്ട്. ഇത് യൂട്യൂബ് വീഡിയോ കാണുന്നവരോടും പറയാം, നിങ്ങൾ ഇനി ബാക്കിയുള്ള ക്ലാസ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്തിട്ടേക്ക് കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ക്ലാസ് കിട്ടുള്ളൂ. പേര് ടൈപ്പ് ചെയ്യാത്തടുത്ത് അതവിടെ സ്റ്റോപ്പ് ആവും. ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആവും കേട്ടോ. പേര് ടൈപ്പ് ചെയ്താൽ മാത്രമേ തിരിച്ച് പ്ലേ ആവുള്ളൂ, അത് ഓർക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കണ്ടു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല എന്ന് മുകളിൽ നിന്നുള്ള ഓർഡർ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ലെന്ന് മുകളിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്. ആരാണ് മുകളിലുള്ളതെന്ന് അറിയാലോ. അതുകൊണ്ട് നിങ്ങൾ മുകളിലുള്ള ആൾക്കാർ പറഞ്ഞത് കേൾക്കുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് കേൾക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ പണം അല്ലെങ്കിൽ സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം, ക്ഷേമം, സന്തോഷം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അത് ജീവിതത്തിന്റെ ഭാഗമായി നിലനിർത്തി എന്നും ലോണില്ലാത്ത ഒരു കേരള സമൂഹം ഉണ്ടാവണമെങ്കിൽ, നേരത്തെ താങ്കൾ പറഞ്ഞല്ലേ, ഇതൊരു വിദൂര സ്വപ്നമാണല്ലേ. വിഷു ആഘോഷിക്കാത്ത മലയാളി, അല്ലെങ്കിൽ ഓണം ആഘോഷിക്കാത്ത മലയാളി എന്ന് പറയുന്ന പോലെയാണ് ലോണില്ലാത്തൊരു മലയാളി എന്ന് പറയുന്നത്. തപ്പിയെടുക്കേണ്ടി വരും അല്ലല്ലേ?
അല്ലേ? എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെ. എളുപ്പത്തിൽ ഞാന് ഇന്നലെ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. ഞാൻ എല്ലാ ദിവസവും എനിക്ക് ഒരു മെസ്സേജ് വരും, പല നമ്പറിൽ നിന്നും. യുവർ ലോൺ ഈസ് അപ്രൂവ്ഡ് എമൗണ്ട് ഓഫ് 35 lakhs റെഡി ടു ഡിസ്പേഴ്സ്. പല പല നമ്പറിൽ നിന്നും വ്യത്യസ്തമായി വരുന്നു, ലിങ്കാണ് വരുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഒരു തരത്തിലും ഇന്നേ വരെ ലോണോ കാര്യങ്ങളോ കൈകാര്യം ചെയ്യാത്ത എനിക്ക് ഇത് വരുന്നുണ്ടെങ്കിൽ അപ്പൊ സാധാരണക്കാരനെ അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ ലോൺ എടുത്ത ആൾക്കാർക്ക് എത്ര മെസ്സേജ് വരുന്നുണ്ടാവും, എത്ര അനന്ത സാധ്യതകൾ വരുന്നുണ്ടാവും. അതിന് നീരാളിപ്പിടുത്തത്തിലേക്ക് നമ്മൾ എത്തിപ്പോകുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ നമ്മുടെ ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന നമ്മുടെ മറ്റൊരു ചാനൽ, ബിസിനസ്സുകാരെ ട്രെയിൻ ചെയ്യുന്ന നമ്മുടെ ചാനൽ, അതിൽ വായ്പയുടെ ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് വായ്പ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സാമ്പത്തിക ശാസ്ത്രത്തിന്റെ 7ാമത്തെ നിയമമായ വായ്പയുടെ ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണുക. 8 കാര്യങ്ങൾ നമ്മൾ വായ്പ എടുക്കുന്നതിന് മുമ്പും വായ്പ എടുത്തതിന് ശേഷവും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വളരെ ലളിതമായി തന്നെ, എനിക്കൊന്ന് 8 മിനിറ്റ് 10 മിനിറ്റ് മാത്രമേ ഉള്ള വീഡിയോ, ലളിതമായി 8 പോയിന്റുകൾ പറഞ്ഞിട്ട് അത് എത്രത്തോളം നിങ്ങൾ ലോൺ എടുത്ത ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ എവിടെയാണ് പാളിച്ച പറ്റിയത് എന്ന് മനസ്സിലാവും. പാളിച്ചകൾ എപ്പോഴും തിരുത്താനുള്ളതാണ്. അത് തിരുത്താൻ എല്ലാവരെ കൊണ്ടും പറ്റും. പറ്റാത്തവരായി ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രിയപ്പെട്ട മലയാളി അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ, ലോൺ എടുക്കുന്നതല്ല വിഷയം, ലോണിൽ പെട്ടുപോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അത് വളരെ ലളിതമാണ്. പണിയെടുക്കാൻ മാത്രമേ മലയാളിക്ക് മടിയുള്ളൂ, ലോൺ എടുക്കുന്നതിന് മടിയില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിലേക്ക് പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് പണം തേടി വരാനുള്ള മാജിക് വേർഡ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത്? പണത്തെ പറ്റിയിട്ടുള്ള വിഷയം അല്ലെങ്കിൽ സമ്പത്തിനെ പറ്റിയിട്ടുള്ള യഥാർത്ഥ വിഷയം നമുക്ക് ഉണ്ടാവുന്നത് എവിടെയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ തൃശ്ശൂർ പ്രോഗ്രാമിലും കോഴിക്കോട് പ്രോഗ്രാമിലും കൊച്ചി പ്രോഗ്രാമിലും തിരുവനന്തപുരം പ്രോഗ്രാമിലും എല്ലാത്തിനും നമ്മൾ ചർച്ച ചെയ്തത് പണത്തിന്റെ ശാസ്ത്രത്തെ പറ്റി തന്നെയാണ്. എന്തുകൊണ്ട് എന്ന്, എവിടെയാണ് നമ്മുടെ സാമ്പത്തികമായിട്ട് നമുക്ക് അധപതനം ഉണ്ടാവുന്നത് എന്നുള്ള വ്യക്തമായ കാരണങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇതൊരു മനസ്സിന്റെ സൃഷ്ടിയാണെന്നും ആ മനസ്സിന്റെ സൃഷ്ടിയെ നമ്മുടെ മാനസികമായ മാറ്റം, മൈൻഡിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം നമുക്ക് സാധ്യമാകും എന്നുള്ള തിരിച്ചറിവ് ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോൾ മെന്റാലിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് നമ്മുടെ സമ്പത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. മെന്റാലിറ്റിയിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ മെന്റാലിറ്റി അങ്ങനെ ആയിത്തീരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വളരെ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത്, ഒരു കമന്റ് നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുമ്പോൾ ആ കമന്റ് എങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റപ്പെടുത്തുമെന്നും നിത്യമായും അത് നൽകുന്നതിലൂടെ വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകും എന്നുള്ള സയന്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂറോ സയന്റിഫിക് ആയിട്ടുള്ള ക്വാണ്ടം ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു എനർജി കോഡിനെ പറ്റിയിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാ കാര്യങ്ങളും എനർജിയിലാണ് നിയന്ത്രിക്കപ്പെടുന്നതെന്നും മണി എന്ന് പറയുന്നത് എനർജി ആണെന്നും അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്നത് എനർജി ആണെന്നും ആരോഗ്യം എനർജിയിലൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും ബന്ധങ്ങൾ എന്ന് പറയുന്നത് പരസ്പരമുള്ള എനർജി കൈമാറ്റമാണെന്നും സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത് എനർജിയെ ബാലൻസ് ചെയ്യുന്നതിലുള്ള കഴിവാണെന്നും തിരിച്ചറിയുമ്പോൾ ഇതെല്ലാം വൈബ്രേഷനുകൾ മാറുന്നതിലൂടെയാണ് സംഭവിക്കുന്നത് എന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വൈബ്രേഷണൽ കോഡുകളിലൂടെ നമുക്ക് ഈ എനർജി ലെവലിനെ മാറ്റപ്പെടുത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിയമം. അപ്പോൾ ഒരു കൃത്യമായ ഒരു വാക്ക് ഉപയോഗിക്കുന്നതിലൂടെ എങ്ങനെയാണോ നമുക്ക് കല്ല് കയ്യിൽ പിടിച്ചതിന് ശേഷം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മൾ ചില നമ്പറുകൾ എഴുതി വെക്കുന്ന ശേഷം അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞത് അല്ല, ആൾക്കാർ അവരുടെ അനുഭവം പറഞ്ഞതിൽ നിന്ന് കേട്ടു. അതുപോലെ തന്നെയുള്ള ഒരു മാജിക് വേർഡാണ് ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ മാജിക് വേർഡ് നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിൽ മാറ്റമുണ്ടാക്കാനാണ്, സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ ഇന്നർ റിസോഴ്സസ് എന്ന് പറയുന്ന നമ്മുടെ ആന്തരികമായിട്ടുള്ള നമ്മുടെ ശക്തിയെ ഉത്തേജിപ്പിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ എല്ലാ എനർജിയെയും നമ്മുടെ ഓൾ എനർജി യുണൈറ്റ്
ഫോർ മൈ ഗോൾ എന്ന് പറയുന്ന എന്റെ ലക്ഷ്യത്തിലേക്ക് എന്നെ എത്തിക്കാൻ എന്റെ എനർജിയെ മുഴുവൻ ഏകീകരിക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ തന്ത്രത്തിലൂടെ നമുക്ക് നമ്മുടെ കൃത്യമായി എന്താണോ നമുക്ക് വേണ്ടത് അത് നമ്മളിലേക്ക് എത്തും. അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായി ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഇത് ഫോളോ ചെയ്താൽ മാത്രം മതി. കൂടുതൽ ഡീപ്പായി പറഞ്ഞ് നിങ്ങൾ കൂടുതൽ ചിന്തിച്ച് തലമുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ ആ വേർഡ് മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് ഉണ്ടായിരിക്കും. ഇനി ഇതിലല്ല, ഒന്നിക്കിൽ 2 ഓപ്ഷനാണ്. ഒന്നിക്കിൽ നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കാതിരിക്കുക. രണ്ടും റിസൾട്ട് ഉണ്ടാക്കും. അതിന്റെ ഇടയിൽ സംശയം എന്ന് പറയുന്ന കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ കൂടെ ചേർത്തിട്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ആ കൂട്ടുകാരനും കൂട്ടുകാരിയും നിങ്ങളെ പടുകുഴിയിലേക്ക് കൊണ്ടു ചാടിക്കും. അതുകൊണ്ട് സംശയം ഏതുമില്ലാതെ അൺകണ്ടീഷനായി ഫോളോ ചെയ്താൽ മാത്രം മതി. അത്രയും ലളിതമായ ഒരു സ്വിച്ച് വേർഡാണ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത്. എഴുതി വെച്ചോളൂ സ്വിച്ച് വേർഡ് എന്താണെന്നുള്ളത്. മണിയുടെയും എനർജി കോഡ് നിങ്ങൾ മനസ്സിലാക്കി മണി അട്രാക്ട് ചെയ്യാനും, അത് നമ്മുടെ മണി എന്ന് ഞാൻ വാക്ക് നിങ്ങൾ പറഞ്ഞു, മണി എന്ന് പറഞ്ഞ് ഞാൻ പണത്തെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എവിടെയും ഇത് ഉപയോഗിക്കാം. ദൈവികമായ ചിന്താഗതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏത് കാര്യത്തെയും ഉപയോഗിക്കാം. വീണ്ടും അടിവരയിട്ട് പറയുന്നു, ദൈവികമായ എന്ന് പറഞ്ഞ സത്യസന്ധമായ ആവശ്യത്തിനുള്ള ഏത് കാര്യത്തിനും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അത്തരം കാര്യങ്ങൾ നമുക്ക് എപ്പോഴും സമ്പത്തിനെയാണ് പ്രധാനം നൽകുന്നതെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് എന്ന് കൃത്യമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്ക് എഴുതി വെച്ചോളൂ. ടുഗദർ കൗണ്ട് ഡിവൈൻ. ഒറ്റ വാക്കാണ്. ടുഗദർ കൗണ്ട് ഡിവൈൻ. TOGETHER കൗണ്ട് COUNT DIVINE. ടുഗദർ ഡിവൈൻ കൗണ്ട്. എന്താണ് ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 3 വാക്കുകൾ എന്തിന് ചേർത്ത് വെച്ചു എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ വാക്ക് ടുഗദർ എന്ന് പറയുന്ന വാക്ക് കൊണ്ട് നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനും അല്ലെങ്കിൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന വൈബ്രേഷണൽ കോഡാണ് ടുഗദർ എന്നുള്ളത്. ഈ സ്വിച്ച് വേർഡ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. കൂടാതെ നമ്മുടെ ആന്തരികമായിട്ടുള്ള സ്ട്രെങ്തിനെ, നമ്മൾ ഇന്നർ റിസോഴ്സിനെ, ആന്തരികമായിട്ടുള്ള നമ്മളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉൾക്കാമ്പുകളെ പുറത്തോട്ട് കൊണ്ടുവരാൻ, അതിനെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മൾ ടുഗദർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുഴുവൻ എനർജിയെയും ലക്ഷ്യമായ ആ കാര്യത്തിലേക്ക് കേന്ദ്രീകരിക്കാനായിട്ട് ടുഗദർ എന്ന വാക്കുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത് കൗണ്ട് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൗണ്ട് എവിടെയാണ് ഉപയോഗിക്കുന്നത്, എന്തിനെയൊക്കെയാണ് നിങ്ങൾ കൗണ്ട് ചെയ്യുക എന്നറിയാം അല്ലെ? എന്താണോ നമുക്ക് സമ്പത്ത് നൽകുന്നത് അല്ലെങ്കിൽ അബൻഡൻസ് ആയി നമ്മൾ കരുതുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ പൊതുവെ കൗണ്ട് ആവുക. അത് നമ്പേഴ്സിലാണ് പറയപ്പെടുന്നത്. വെൽത്ത് ആവാം, മണി ആവാം, നമ്പേഴ്സ് ആവാം, അബൻഡൻസ് ആവാം. എന്തിനെ പറ്റിയിട്ടും റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ കൗണ്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിവൈൻ. ഡിവൈൻ എന്തിനാണ് അവിടെ ചേർക്കുന്നത് വെച്ചാൽ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നത് ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിൽ നിന്നാണ്. ഇവിടെ എല്ലാം നിറഞ്ഞിരിക്കുന്നു. അവിടെ ഇല്ലാത്തതായി ഒന്നും നമുക്ക് ആവശ്യവുമില്ല, അതിലില്ലാത്തതായി ഒന്നും നമ്മളിലുമില്ല. ദ പെർഫെക്റ്റ് സൊല്യൂഷൻ ഫോർ അവർ ഓൾ തിങ്സ്. എല്ലാ കാര്യങ്ങൾക്കുമുള്ള അന്തിമവും അവസാനവും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കിടക്കുന്നത് യൂണിവേഴ്സിലാണ്. അതാണ് ഡിവൈൻ എന്ന് പറയുന്നത്, ദൈവികതയിലാണ്. ആ ദൈവികതയെ കണക്ട് ചെയ്യാനായി ഡിവൈൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അത് എഫേർട്ട്ലെസ് ആയി നമ്മളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഡിവൈൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ 3 വാക്കുകൾ നമ്മൾ കൃത്യമായി നിങ്ങൾ ദിവസേന ഉപയോഗിച്ചാൽ, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഈ വാക്ക് നിങ്ങൾ 3 തരത്തിൽ ഞാനൊന്ന് വഴി പറഞ്ഞുതരാം. ഒന്ന്, ഈ വാക്ക് നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട്
ഒരു വൈറ്റ് പേപ്പറോ അല്ലെങ്കിൽ ചെറിയ എന്തോ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റുന്ന പേപ്പർ എടുത്തിട്ട് ടുഗദർ കൗണ്ട് ഡിവൈൻ എന്ന് എഴുതുക. ഒറ്റ പ്രാവശ്യം എഴുതുക. ആ പേപ്പർ പീസ് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ പണം വെക്കുന്ന പേഴ്സ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ അലിമാരിയാണോ എവിടേക്കാണോ പണം വെക്കുന്നത് അതിനകത്തേക്ക് 3 ഫോൾഡ് ചെയ്തിട്ട് 1 2 3 ഫോൾഡ് ചെയ്തിട്ട് അതവിടെ വെച്ചേക്കുക. മറ്റൊന്നും ചെയ്യണ്ട. പേഴ്സിനകത്തോ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ എഴുതുന്ന ജേണൽ എഴുതുന്ന പുസ്തകത്തിലോ എവിടെയാണോ നിങ്ങളുടെ പണത്തെ നിങ്ങൾ കരുതുന്നത് അവിടെ ഈ സാധനം വെച്ചേക്കുക. ഓഫീസിലാണെങ്കിൽ ഷോപ്പിലൊക്കെ ആണെങ്കിൽ ഷോപ്പിലെ ഡ്രോറിൽ നിങ്ങൾക്ക് വെക്കാം. കാശിടുന്ന ക്യാഷ് ഡ്രോറിൽ ഇടാം. വീട്ടിലാണെങ്കിൽ കാശ് ഇങ്ങനെ കെട്ടി വെക്കുന്ന അലുമാരക്കകത്ത് വെക്കാം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കുന്ന ബാഗിൽ വെക്കാം. എവിടെയാണോ നിങ്ങൾക്കുള്ളത് അവിടെ വെക്കുക. രണ്ടാമത്തത് നിങ്ങൾ എല്ലാവരും നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും വാട്ടർ ടെക്നിക് എന്ന് പറയുന്ന സാധനം. ആ വാട്ടർ ടെക്നിക് എന്ന് പറയുന്ന നിങ്ങൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിലേക്ക്, അത് ഗ്ലാസോ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിലോ, അതിലേക്ക് ഒട്ടിച്ചു വെക്കുക. ഇത് വാട്ടർ ടെക്നിക്കാണ്. ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് എന്താണ് സംഭവിക്കുന്നതൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ എഴുതി തന്നിട്ടുണ്ട്. അതിൽ ഒട്ടിച്ചു വെക്കുക. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഓരോ സമയത്തും അത് മനസ്സിലാവും, നമ്മളിലേക്ക് വരും. മൂന്നാമത്തത് അഫ്രിമേഷനായി ഉപയോഗിക്കുക. നിങ്ങൾ അഫ്രിമേഷൻ എഴുതുമ്പോൾ എപ്പോഴും മണി ഫ്ലോസ് ടു മീ ഈസിലി, ടുഗദർ കൗണ്ട് ഡിവൈൻ എന്ന വാക്ക് ഉപയോഗിക്കുക. അഫ്രിമേഷൻ ആയിട്ട് ഉപയോഗിക്കാം. ഇത്രയാണ് മണി ഫ്ലോസ് ടു മീ ഈസിലി, ടുഗദർ കൗണ്ട് ഡിവൈൻ എന്ന് വാക്ക് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മുടെ മലയാളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ അഫ്രിമേഷൻ പുസ്തകം ഉണ്ടല്ലോ, ഈ പുസ്തകത്തിൽ ധനത്തിന്റെ അഫ്രിമേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതില്ല എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ ഈ പുസ്തകം. ഇല്ലാത്തവർ പെട്ടെന്ന് വാങ്ങിച്ചോളൂ. കംപ്ലീറ്റ് അഫ്രിമേഷൻസ് അടങ്ങിയ പുസ്തകമാണ്. സ്വിച്ച് വേർഡ് അടങ്ങിയ പുസ്തകം നമ്മുടെ ലോ ഓഫ് അട്രാക്ഷന്റെ പുസ്തകത്തിൽ സ്വിച്ച് വേർഡ്സിന്റെ സെപ്പറേറ്റ് പാർട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തുണ്ട് കൂടുതൽ സ്വിച്ച് വേർഡുകളൊക്കെ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ സമ്പത്തിന്റെ അഫ്രിമേഷൻസിൽ 53-ാമത്തെ പേജിൽ നമ്മൾ ഒരുപാട് 108 അഫ്രിമേഷൻ സമ്പത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട്. ആ അഫ്രിമേഷൻസിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഞാൻ ധനത്തിന്റെ ശക്തി കേന്ദ്രമാണ് എന്നുള്ള അഫ്രിമേഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ ടുഗദർ കൗണ്ട് ഡിവൈൻ എന്ന വാക്കും കൂടി എഴുതി ചേർക്കുക. അപ്പോൾ നിങ്ങൾക്ക് ദിവസേന ഇത് ഉപയോഗിക്കാവുന്നത് അഫ്രിമേഷൻ ആയിട്ട്. അപ്പൊ 3 വിധത്തിൽ നിങ്ങൾ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ക്ഷേമത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദിനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാരനായ സംശയത്തിന്റെയും സങ്കടത്തിന്റെയും ദുഃഖത്തിന്റെയും എനർജിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വളരെ 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 പ്രയാസമായിരിക്കും ഇത് കണക്ട് ചെയ്ത് കിട്ടാനായിട്ട്. കാരണം ഈ പറഞ്ഞ വാക്ക് ടുഗദർ കൗണ്ട് ഡിവൈൻ എന്ന വാക്ക് ഹൈ എനർജി ഉള്ളതാണ്. അതുകൊണ്ട് ലോ എനർജി ഉള്ള ആൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പോലും പറ്റില്ല. അതുകൊണ്ട് നല്ല ആത്മാർത്ഥമായി പ്രാക്ടീസ് ചെയ്യുക, റിസൾട്ട് എടുക്കുക. അത്ഭുതങ്ങൾ നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ അത്ഭുത കഥകളുമായി നിങ്ങൾ വീണ്ടും വരിക. നമ്മൾക്ക് കേൾക്കാം, സന്തോഷിക്കാം. ഓരോ ആളുടെയും ലോണുകൾ എടുക്കാനുള്ളതല്ല ജീവിതമെന്നും സന്തോഷപരമായി മുന്നോട്ട് നീങ്ങാൻ സാധിക്കട്ടെ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഇനി ആർക്കും അനുഭവം ഇല്ലെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ക്ലാസ് കൺക്ലൂഡ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്ന് ചോദിക്കാം കേട്ടോ. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ഇത് എഴുതുമ്പോൾ ഇവിടെ തന്നെ ഇപ്പൊ എഴുതിക്കോളൂ, താഴെ കമന്റായിട്ട് എഴുതിക്കോളൂ. മറ്റ് ഡൗട്ടുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോ ചോദിക്കരുത് എപ്പോഴാണ് സാറേ എഴുതേണ്ടത്, ഏത് പേപ്പറിലാണ് എഴുതേണ്ടത്, ഏത് പെന്നാണ് എഴുതേണ്ടത്, ഇതൊന്നുമില്ല. ഏത് വേലും എഴുതിക്കോ. എപ്പോഴെഴുതേണ്ടത് എന്ന ചോദ്യത്തിനും എപ്പോ വേണമെങ്കിലും എഴുതിക്കോ. ഏത് സമയത്താണ് എഴുതേണ്ടത് അങ്ങനെ ഒന്നും ഇതിന് കണ്ടീഷൻസ് തൽക്കാലം നിഷ്കർഷിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. റിസൾട്ട് മാത്രം കൊണ്ടുവരിക എന്ന് മാത്രമാണ് ഉറപ്പിക്കാനുള്ളത്. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും സംസാരിക്കാനുണ്ട് പെട്ടെന്ന് സംസാരിച്ചു.
സർ ഒരു കാര്യം ചോദിച്ചോട്ടെ? സർ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ പുതിയൊരു കോഴ്സിന്റെ, അതിന്റെ ഫീസ് എന്ത് എങ്ങനെയാന്ന് നമുക്ക് ഫീസ് എല്ലാം കാണണല്ലോ. ജീവിത വിജയത്തിന്റെ രഹസ്യം എന്നാണ് അതിന് ഇപ്പോൾ നൽകിയിരിക്കുന്ന പേര്. അതിന്റെ ഒറിജിനൽ ഫീസ് വരാൻ പോകുന്നത് ആ കോഴ്സ് ഒന്ന് റെഡിയായി സെറ്റപ്പ് ആയിട്ട് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഫുൾ സെറ്റപ്പ് ആയ ഒരു കംപ്ലീറ്റ് വലിയൊരു കോഴ്സായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അതിനൊരു 25,000 രൂപ ഇല്ലാതെ അത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രഥമ ദൃഷ്ടിയായുള്ള ഇപ്പോഴുള്ള കണക്ക്. പക്ഷേ ആ കോഴ്സ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഇവിടെയുള്ള എല്ലാവരും കോഴ്സിന്റെ ഫീസായിട്ട് ഞാൻ നിശ്ചയിച്ചതല്ല, എല്ലാവരും കമന്റ് ആയിട്ട് നിശ്ചയിച്ച ഒരു കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് ഡിവൈൻ നമ്പർ ആയ 4444 4,444 രൂപ എന്നാണ്. അത് ഞാൻ അവിടെ എഗ്രി ചെയ്തു. അടുത്ത പ്രാവശ്യം നമുക്ക് 25,000 ആവും. എത്ര ദിവസത്തിനുള്ളിൽ അടക്കണ്ടേ? അത് ഇപ്പൊ അഡ്വാൻസ് പേയ്മെന്റ് അടച്ചിട്ട് കൺഫർമേഷൻ ആക്കണം. കാരണം എന്താന്ന് വെച്ചാൽ അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. മറ്റൊരു കോഴ്സ് പോലെയും അല്ല, ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ആദ്യം കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോ ആളോടും ഞാൻ സംസാരിക്കും. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ആഗ്രഹം എന്ന് കേട്ടതിന് ശേഷം അതിനനുസരിച്ചായിരിക്കും ആ കോഴ്സിനെ ഡിസൈൻ ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാല് ഓരോ ആളുടെയും ബ്രെയിൻ സിസ്റ്റം വ്യത്യസ്തമാണ്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ ആൾക്കും കിട്ടുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഈ ആദ്യത്തെ കോഴ്സ് ഇത്രയും വിശദമായി തന്നെ പറയുന്നത്. അതുകൊണ്ട് അഡ്വാൻസ് എടുത്ത് 10-ാം തീയതിക്കകത്ത്. ഓക്കെ സാർ. ഞാനില്ലേ ഈ സാറിന്റെ അടുത്ത് ചോദിക്കുന്നതിനെക്കാട്ടും മുന്നേ ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് ആ ഫീസ് ഒരു 1,000-നോ 5,000-ത്തിനുള്ളിലാകണേ ദൈവമേ എന്ന്. സത്യം സാർ, നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യാറില്ല. കാരണം ആൾക്കാരെ ശ്രദ്ധിച്ചുകൊണ്ടേ ചെയ്യല. പക്ഷെ എന്നാലും നമുക്കൊരു കോഴ്സൊക്കെ മൊഡ്യൂൾ ചെയ്യാൻ ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്. വലിയ കോഴ്സ് അത് കേട്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷം തോന്നി സാർ. അങ്ങനെ ഒരു കോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ ഒരു കാര്യമാണ് സാറ് വന്നത്. ഈ ഒരു കോഴ്സും കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി. അപ്പൊ അത് 500 രൂപ 1000 രൂപ കൊടുത്തിട്ട് നമുക്കത് അഡ്വാൻസ് കൊടുത്തിട്ട് ചേരാം അല്ലെ? എന്നിട്ട് പിന്നെ ഫുൾ പേയ്മെന്റ് എടുത്താൽ മതി. ഓക്കെ സാർ. പ്രസിദ്ധ മാമിനെ വിളിച്ചാൽ പോരാ? ചെയ്യുന്നവർക്ക് ഫുൾ ചെയ്യാം, ചെയ്യാത്തവർക്ക് അഡ്വാൻസ്. പക്ഷെ കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് ബാക്കി അടക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. ഓക്കെ സാർ, അതെന്തായാലും അടക്കണല്ലോ. ഒരു മിനിറ്റ് ഒരാളുടെ ഡൗട്ട് തീർത്തോട്ടെ. ബിന്ദു ചോദിച്ചത് ശുഭാപ്തി വിശ്വാസം 2 ബുക്ക് സെൻഡ് ചെയ്തു. അതെന്തിനാ 2 ബുക്ക് വേണ്ടല്ലോ? ശുഭാപ്തി വിശ്വാസത്തിന്റെ പുസ്തകം പുതിയ 2ാം പതിപ്പും 1ാം പതിപ്പുമാണ് വ്യത്യാസം. രണ്ടും ഒന്നിച്ച് കിട്ടിയോ? എങ്കിൽ തിരിച്ചയച്ചിട്ട് രഹസ്യം എടുക്കേണ്ടി വരും. മാറിപ്പോയിട്ട. കാരണം അത് 2 പുസ്തകം കാണുമ്പോൾ ഒരുപോലെയാണ്. അതാണ് സംഭവിച്ചത്. അതൊന്ന് ബിന്ദു ഒന്ന് രാധികനെ വിളിച്ചിട്ട് പറഞ്ഞേ കേട്ടോ, അത് മാറ്റാനായിട്ട് പുസ്തകം മാറ്റി മേടിച്ചു കേട്ടോ. അല്ല, 2 ഒന്ന് തന്നെയാണ്. അത് ഞാൻ സാരമില്ല, വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം. എനിക്കിപ്പം വേറെ എന്തെങ്കിലും മിസ് ചെയ്ത് കാണും അല്ലേ? അപ്പൊ ജീവിത വിജയത്തിന്റെ രഹസ്യം കിട്ടിയിട്ടുണ്ടാവില്ല, ഇതുണ്ടാവില്ല. ഇത് 2 പുസ്തകം പാക്ക് ചെയ്യുമ്പോൾ മാറിപ്പോകുന്നു ഇവർക്ക്. ഞാൻ വിളിച്ചോളാം. ഒന്ന് വിളിച്ചോളൂ. ഓക്കെ, ശരി. ഓക്കെ സാർ. റെജീന വന്നു, ക്യാഷ് ഫുൾ. ഓക്കെ, വെരി ഗുഡ്. റെജീനയുടെ ക്യാഷ്. ഓക്കെ, ഒരു മിനിറ്റ്. പത്മം ഹാൻഡ് റൈസ് ചെയ്തിട്ട്. പത്മം സംസാരിച്ചേ പെട്ടെന്ന്. പത്മം MK ഇല്ല. ഓക്കെ, എന്താണ് സുധ പറയാൻ വന്നത്? അല്ല സാർ, എന്നാണ് ക്ലാസ് തുടങ്ങുന്നത്? എന്നാണ് ക്ലാസ് തുടങ്ങുന്നതെന്നോ? എത്രയും പെട്ടെന്ന് തുടങ്ങും. ഉണ്ടാക്കാൻ സാധിക്കട്ടെ. അഡ്വാൻസ് പേ ചെയ്തിട്ട് ബുക്ക് ചെയ്തോളൂ. ബാക്കി തുടങ്ങുമ്പോ വെച്ചാൽ മതിയല്ലോ. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ബാങ്കിന്ന് വിളിച്ചിരുന്നു, പറഞ്ഞിട്ടല്ല. അപ്പൊ അവര് പഴയതിനേക്കാളൊക്കെ വളരെ തണുത്തു. എന്നിട്ട് എന്നോട് ഇനി എന്നടയ്ക്കാൻ പറ്റുമോന്ന് ഞാൻ എന്നോട് സാറിനോട് പറഞ്ഞു. എന്നടയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞു എന്റെ അടുത്ത് പൈസ ശരിയായ ഉടനെ അടച്ചോളാന്ന്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. നടക്കും. ഇല്ല സാർ, വളരെ സന്തോഷം, നന്ദി, വളരെ നന്ദി. കാശ് വരുന്നില്ല അല്ലെ? വീണ്ടും ബാങ്കിന് കാശ് വരുന്നില്ല. കേട്ടോ, ഒന്നുകൂടി ട്രൈ ചെയ്തോളൂ. കാശ് വരുന്നില്ല എന്ന് പറയണം. ആരും ഇപ്പൊ അയച്ചു നോക്കൂ. ഞാൻ ബാങ്ക് മാറ്റിയിട്ടുണ്ട്.
സാറേ ക്ലാസ് 5-ാം തീയതിന്റെ ഉള്ളില് വരില്ലല്ലോ? 5-ാം തീയതിക്കുള്ളിൽ വരില്ല, ആവില്ല. ബുക്കിന് കാശ് ഏത് ബുക്കിനാണ് അമിതാഭ്? കാശ് ഏത് ബുക്കിനാണ്? ഇതാണ് ജീവിത വിജയത്തിന്റെ രഹസ്യത്തിനാണോ? ഇതിന്റെ വില 220 രൂപ പ്ലസ് 40 രൂപ, 220. ലിസി ഒന്ന് ട്രൈ ചെയ്തോ. ഇപ്പോ വീണ്ടും ഞാൻ ബാഗ് മാറ്റിയിട്ടുണ്ട്. കാശ് അയക്കുന്നവർ പെട്ടെന്ന് അയച്ചോളൂ. ഞാനിപ്പോ കേക്കട്ടെ ആർക്കൊക്കെയാണ്. വേറെന്താ ആർക്കാണ് ചോദിക്കാനല്ലോ? വേറെ ഒന്നുമില്ലല്ലോ. പൊപ്പോട്ടെ എന്നാലേ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും സന്തോഷത്തോടുകൂടി. ഉഷ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്റെ ബുക്ക് നാട്ടില് ഇങ്ങോട്ട് വരുന്ന ഒരാളിന്റെ വീട്ടിലാണ് ഡെലിവറി ചെയ്തേക്കുന്നത്. അപ്പൊ ഞാൻ നാളെ അവരെ വിളിച്ചിട്ട് അതൊന്ന് പൊട്ടിച്ച് നോക്കാൻ പറയാം. ചിലപ്പോ ഇത് എനിക്ക് സെയിം ബുക്ക് ആണെങ്കിൽ അവർ 5-ാം തീയതി തിരിച്ചെത്തും. അപ്പൊ പിന്നെ ഈ UK എത്തിക്കഴിഞ്ഞാല് അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പൊട്ടിച്ച് നോക്കാൻ പറയട്ടെ സാറേ? നോക്കിക്കോ. കാര്യം ഇതിപ്പോ കണ്ടതുകൊണ്ട് ഞാൻ വെച്ചോക്കെ. പിന്നെ എനിക്ക് പറയാനുള്ള, ഞാൻ അഫർമേഷൻ എഴുതി വെച്ചിരുന്നു. മോളും കുഞ്ഞുവാവയും നല്ല ആരോഗ്യത്തോടെ വീട്ടിൽ തിരിച്ചെത്തി എന്നുള്ളതാണ് എഴുതി വെച്ചത്. അതുപോലെ തന്നെ ഇന്നതേ അവരിതാ വീട്ടിൽ തിരിച്ച് എത്തി. അത് പറയാനായിരുന്നു. അപ്പൊ അതിന്റേതും കൂടുതൽ സന്തോഷമായിട്ട് ആൾക്കാർ മൈക്കിലായോണ്ട് ഞാൻ വെച്ചോക്കെ, അല്ലെങ്കിൽ സാറിന് മെസ്സേജ് ഇടാം എന്നാ വിചാരിച്ചു. അപ്പൊ സന്തോഷം സന്തോഷം, നന്ദി നന്ദി നന്ദി. ഒരു സംശയമില്ല, സന്തോഷത്തോടു കൂടി. താങ്ക് യു. പണം അടക്കാൻ ഇപ്പോഴും വരുന്നില്ല ഗൂഗിൾ പേ. നമ്മുടെ വിഷയമല്ല, ഗൂഗിൾ പേ കേട്ടോ. സാറേ എനിക്ക് പുസ്തകം വേണമായിരുന്നു. പുസ്തകം വേണം, വാങ്ങിക്കാമല്ലോ. എന്റെ ഇഷ്ടം പോലെ പുസ്തകമുണ്ട്. നിങ്ങളിപ്പോ വാങ്ങിച്ചെന്ന് തീർന്നു കഴിഞ്ഞാൽ അടുത്ത എഡിഷൻ കൂടി വരും, വാങ്ങിച്ചോ. അഫർമേഷൻ പുസ്തകവും പിന്നെ ജീവിത വിജയ രഹസ്യവും രണ്ടും. ജീവിത വിജയത്തിന് രഹസ്യമാണ് അഫർമേഷൻ പുസ്തകം. അതെനിക്ക് എങ്ങനെയാ അത്? അഡ്മിനെ വിളിച്ചോളൂ. 75 നമ്പർ എഴുതി വെച്ചോ. 75 110 7510 79 2454. ഓക്കെ സാർ. പൈസ അയക്കേണ്ട നമ്പർ 7511. ഈ നമ്പറിലേക്ക് അയച്ചാലും മതി. അതേ നമ്പറിലേക്ക് പൈസ അയച്ചാലും മതി. സെയിം നമ്പറിലേക്ക്, വിളിച്ച നമ്പറിലേക്ക് തന്നെ പൈസ അയച്ചു. ശരി സാർ, താങ്ക് യു. ഇപ്പൊ അമിത ചോദിച്ചു ക്യാഷ് 260 രൂപ അതേ നമ്പറിലേക്ക് അയച്ചോളൂ അമിത. അഡ്രസ് എഴുതി വെക്കണേ, പിൻ നമ്പർ കൃത്യമായി എഴുതി വെക്കണേ. പിന്നെ എഴുതുമ്പോ പുസ്തകത്തിന്റെ പേര് എഴുതിക്കോളൂ. ഒന്ന് ജീവിത വിജയത്തിന്റെ രഹസ്യം, ഇതാണ് അഫർമേഷൻ പുസ്തകം. രണ്ടാമത് ആകർഷണ നിയമത്തിന്റെ പുസ്തകം. ഇതിൽ ലോ ഓഫ് അട്രാക്ഷൻ കംപ്ലീറ്റ് ഉണ്ട്. ഇത് എഴുതി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു വലിയ അബദ്ധം പറ്റി. 2000 രൂപയ്ക്ക് ഞാൻ വിറ്റുകൊണ്ടിരിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ഇപ്പൊ ആരും എടുക്കാതെ. കാരണം അതെല്ലാം ഇതിലുണ്ട് എന്ന് കരുതുന്നു കേട്ടോ. പക്ഷെ അത് വേറെയാണ്, ഇത് വേറെയാണ്. അതുകൊണ്ട് അത് എടുക്കാതിരിക്കേണ്ടത്. അത് വാങ്ങിച്ചത് 270 രൂപയ്ക്ക് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ 2000 ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കാവുന്നത്. ഇത് 2000 ലോ ഓഫ് അട്രാക്ഷൻ, ഇതൊരു 10,000 ലോ ഓഫ് അട്രാക്ഷൻ ഇതിനകത്തുണ്ട്. പക്ഷെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് വേറെ തന്നെയാണ്. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഈ പുസ്തകം വേണ്ടവരിത് വിളിച്ചോളൂ. ഇത് വേണ്ടത്. പിന്നെ നമ്മുടെ മനസ്സൊരു വിസ്മയം, ഇത് നിങ്ങൾ എല്ലാവരും വാങ്ങിക്കണേ. ഏറ്റവും ഇമ്പോർട്ടന്റ്. അതെന്താ സാർ അതിന്റെ പേര്? മനസ്സ് ഒരു വിസ്മയം. ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ജേർണി ടു ഹാപ്പിനെസ്. നമ്മുടെ കോഴ്സിന്റെ ഫണ്ടമെന്റൽ നിയമങ്ങളെല്ലാം ഇരിക്കുന്നത് ഇതിനകത്താണ്. ഇതിലാണ് എല്ലാം നമ്മുടെ എങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കും എന്ന് പറയും എന്നതിന്റെ കൃത്യമായ രൂപരേഖയുള്ളത് ഈ പുസ്തകത്തിലാണ്. ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഫസ്റ്റ് ബുക്ക്, ഫണ്ടമെന്റൽ ബുക്ക്. ഓക്കെ, കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചോളൂ. അഡ്മിൻ എല്ലാം പറഞ്ഞു തരും. സാവധാനത്തിൽ ചോദിച്ചോളൂ. അവൾ നല്ല സമയം എടുത്ത് നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കേട്ടോ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി.